അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിലെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അതിനുശേഷം നമുക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പ്രിൻസിപ്പിൾ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അതിൽ നിന്ന് നമുക്ക് എന്താണ് റെഫ്രിജറേഷൻ, എന്താണ്, ദെൻ റെഫ്രിജറേഷന്റെ യൂണിറ്റ് എന്താണ്, COP കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്താണ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ദെൻ അതിൽ തന്നെ റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ്, ഹീറ്റ് എഞ്ചിൻ, അതിന്റെ കമ്പാരിസൺസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഇവിടെ പഠിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കും. അതിനുശേഷം നമ്മുടെ സിലബസിൽ അവർ പറഞ്ഞിരിക്കുന്നത് VCRS എന്ന് പറയുന്നത്. VCRS മീൻസ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ വർക്കിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ ഇതിന്റെ പ്രഷർ എൻതാൽപി ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം, ഈ രണ്ട് ഡയഗ്രാംസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ അതിനുശേഷം പല കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ റെഫ്രിജറന്റ് കംപ്രസറിൽ കയറുന്ന കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് ഈ ഡയഗ്രത്തിൽ വേരിയേഷൻസ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് VCRS എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം അവർ പറയുന്ന ടോപ്പിക്ക് റെഫ്രിജറേഷൻ ഇക്വിപ്മെന്റ്സ് ആണ്. അതായത് നമ്മുടെ ഈ VCRSനകത്ത് നമ്മൾ മെയിൻ കമ്പോണൻസ്, ഒരുപാട് കമ്പോണൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എന്ന് പറയുന്ന ഒന്ന് കംപ്രസർ, രണ്ട് കണ്ടൻസർ, തേർഡ് വൺ എക്സ്പാൻഷൻ വാൽവ്, ഫോർത്ത് വൺ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഇവാപറേറ്റർ എന്ന് പറയുന്നത്. ഈ 4 പാർട്സിനെ പറ്റി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി നടത്തണം. അതാണ് റെഫ്രിജറേഷൻ ഇക്വിപ്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. ദെൻ റെഫ്രിജറൻസ് എന്ന് പറയുന്നത് അവർ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ടൈപ്പ് റെഫ്രിജറൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ബേസിക് അറിയാം. പ്രൈമറി റെഫ്രിജറൻസ് ഉണ്ട്, സെക്കൻഡറി റെഫ്രിജറൻസ് ഉണ്ട്. ഇനി റെഫ്രിജറന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് കുറച്ച് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഉള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് നമ്മൾ നോർമലി റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ്. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നോമൻക്ലേച്ചർ ഓഫ് റെഫ്രിജറൻസ് അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ഓഫ് റെഫ്രിജറൻസ്. നമ്മളിപ്പോ അമോണിയ R717 അങ്ങനെ ഓരോ റെഫ്രിജറന്റിനെ നമ്മളൊരു നോമൻക്ലേച്ചറിൽ നമ്മൾ അതിനൊരു റൂൾ ഒക്കെ ഉണ്ട്. അപ്പൊ ആ റൂൾസും കാര്യങ്ങളും എല്ലാം നമുക്ക് റെഫ്രിജറൻസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് പഠിക്കും. ഇത്രയുമാണ് റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ആസ് പെർ സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മുടെ സബ്ജക്ട് നെയിം റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നാണ്. സോ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സൈക്രോമെട്രി. എന്താ സൈക്രോമെട്രി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് ബിടെക്കിലെ. മോയിസ്റ്റ് എയറിന്റെ സ്റ്റഡിയാണ് നമ്മൾ സൈക്രോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവിടെ നമ്മൾ സൈക്രോമെട്രിക് ചാർട്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ RIC സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ചാർട്ട് യൂസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ആ സൈക്രോമെട്രിക് ചാർട്ടിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. ദെൻ സൈക്രോമെട്രിക് ടേംസുകൾ ഏതൊക്കെയാണ്, കുറെ ടേമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അങ്ങനെ കുറെ ടേമുകൾ നമുക്ക് PSC എക്സാമിന് ഈ ടേമുകളൊക്കെ ഡെഫിനിഷൻ തന്നെ നമുക്ക് ചോദിക്കും, ഇത് ഏതാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഡെഫിനിഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. സൈക്രോമെട്രിക് ടേംസിനെ പറ്റി നമുക്ക് പഠിക്കണം. ദെൻ വേരിയസ് സൈക്രോമെട്രിക് പ്രോസസ്സുകളെ പറ്റി നമുക്ക് പഠിക്കണം. ഏതൊക്കെ സൈക്രോമെട്രിക് പ്രോസസ്സുകൾ നമുക്കറിയാം? സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, അതേപോലെ കൂളിംഗ്, ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഹീറ്റിംഗ്, അങ്ങനെ ഒരു കുറെ പ്രോസസ്സുകളുണ്ട്. അതെല്ലാം നമുക്ക് സൈക്രോമെട്രിക് ചാർട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ആ പ്രോസസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ അതിനുശേഷം അവർ സിലബസിൽ പറഞ്ഞിരിക്കുന്നതാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസ്. സമ്മർ, വിന്റർ, ഇയർ റൗണ്ട് എയർ കണ്ടീഷനിങ്, കംഫർട്ട് എയർ കണ്ടീഷനിങ്, ഇൻഡസ്ട്രിയൽ എയർ കണ്ടീഷനിങ്, അങ്ങനെ കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻ ആണ് അവിടെ വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് എയർ കണ്ടീഷനിങ് സിസ്റ്റംസിൽ നിന്ന് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെഫ്രിജറേഷൻ അല്ലെ RIC എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് തെർമോഡൈനാമിക്സിന്റെ ബേസിക്സ് നമുക്ക് അറിയണം. കുറച്ച് ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ് അറിയണം.
എങ്കിൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് RAC എന്നുള്ള സബ്ജക്റ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ബേസിക് തെർമോഡൈനാമിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെയാണ് പ്രോസസ്സ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോസസ്സുകളാണ് ഉള്ളത്, കാർനോട്ട് സൈക്കിൾ എന്താണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, RAC എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ബേസിക്സ് ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൈനാമിക്സ് മീൻസ് സംതിങ് റിലേറ്റഡ് ടു മോഷൻ. നമുക്കറിയാം ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്തോ മൂവ് ചെയ്യുന്ന എന്തോ ഒരു പാർട്ട് എന്നുള്ള ഒരു നമുക്ക് കൺസെപ്റ്റ് ഉണ്ട്. തെർമോ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു പാർട്ട്. അപ്പൊ ആ രണ്ട് ടേമുകളാണ് നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ഒരു നെയിമിൽ നിന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മാത്രമല്ല, തെർമോഡൈനാമിക്സിന്റെ ഡെഫിനിഷൻ പറയുന്നത് ജസ്റ്റ് ഇത്രയാണ്: ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് which deals with the study of energy transfer and mass transfer and its interaction with the system and surrounding. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു റീജിയൻ കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു റീജിയൻ കൺസിഡർ ചെയ്തു. ഞാൻ റീജിയൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ റീജിയനിലോട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റിനെ എൻ്റർ ചെയ്തു. ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് ഈ റീജിയനിലോട്ട് എൻ്റർ ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സേ ഈ റീജിയൻ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ, നമുക്കിപ്പോൾ റീജിയൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്, ലെറ്റ്സ് സേ സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് എന്താണെന്നുള്ള പറയാം. എങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ പറയുന്നു, സ്റ്റേറ്റ് എ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. അതിന് പകരം ഞാൻ പറയുന്നു ഇതിരിക്കുന്ന പ്രഷറും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം ഇരിക്കുന്ന പ്രഷർ P1, ടെമ്പറേച്ചർ T1 ആണ്. അങ്ങനത്തെ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിലോട്ട് ഞാൻ ഒരു Q എമൗണ്ട് ഓഫ് ഹീറ്റ് ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. ഈ സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊണ്ട് ഈ സിസ്റ്റം എന്ത് ചെയ്തു, ഒരു W എമൗണ്ട് ഓഫ് വർക്ക് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഈ സിസ്റ്റത്തിനകത്തോട്ട് ഒരു Q എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്തു. ദെൻ ആ ഹീറ്റ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റം W എമൗണ്ട് ഓഫ് വർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് നടന്നു, ഹീറ്റ് വർക്ക് എന്ന് പറയുന്ന ഈ രണ്ടും എന്താണ്, ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റവും ഇതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്ങും തമ്മിൽ എന്ത് നടന്നു, ഒരു എനർജി ഇന്ററാക്ഷൻ നടന്നു. ഒരു എനർജി ഇന്ററാക്ഷൻ നടന്നു. സിസ്റ്റവും ഇതിന് ചുറ്റുമുള്ള സറൗണ്ടിങ്ങും തമ്മിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും നടന്നപ്പോൾ അവിടെ ഒരു എനർജി ഇന്ററാക്ഷൻ സംഭവിച്ചു. അത് കൂടാതെ ഞാൻ ഇതിലോട്ട് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മാസ് എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ എന്തൊക്കെയോ ചേഞ്ചുകൾ സംഭവിച്ചു, ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മാസ് ലീവ് ചെയ്തു. ഈ രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു എനർജി ഇന്ററാക്ഷനും നടന്നു. ദെൻ എന്ത് നടന്നു, ഒരു മാസ് ഇന്ററാക്ഷനും നടന്നു. ഈ രണ്ട് ഇന്ററാക്ഷൻസ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ചേഞ്ച് ആണോ സംഭവിച്ചത് അതിന്റെ റിലേറ്റ് ചെയ്തുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത്, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കേ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് which deals with the study of energy transfer and mass transfer and its interaction with system and surrounding. അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ എനർജി ഇന്ററാക്ഷനും മാസ് ഇന്ററാക്ഷനും നടക്കുന്നത് മൂലം അതിനകത്തുണ്ടാവുന്ന ചേഞ്ചസ്, അതിന്റെ സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കൊണ്ട് നമ്മൾ ഡീൽ ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് കുറച്ച് ടേമുകൾ നമ്മൾ ബേസിക് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കുന്നതാണ്. സ്റ്റേറ്റ്, പ്രോസസ്സ്, പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് നോക്കാം. എന്താണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഇവിടെ ഒരു റീജിയൻ അല്ലെങ്കിൽ സിസ്റ്റം എടുത്തു. ഇതിനെ ഞാൻ സിസ്റ്റത്തിൽ ഇരിക്കുന്ന സ്റ്റേറ്റ് എ എന്ന് വിളിച്ചു. നമ്മളടുത്ത് സ്റ്റേറ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരു സിസ്റ്റം ഇരിക്കുന്ന സ്റ്റേറ്റ് എ ആണ് എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിനെ പറ്റി ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല. അതിന് പകരം ഞാൻ പറയുന്നു, ഈ സ്റ്റേറ്റ് എ എന്ന് പറയുന്നത് പ്രഷർ 2 ബാർ, ടെമ്പറേച്ചർ 300 ഡിഗ്രി സെൽഷ്യസ്, വോളിയം 10 മീറ്റർ ക്യൂബ്. ഇങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞു എന്നിരിക്കട്ടെ. ഈ സ്റ്റേറ്റ് ഇരിക്കുന്ന പ്രഷർ 2 ബാർ, ടെമ്പറേച്ചർ 300 ഡിഗ്രി സെൽഷ്യസ്, വോളിയം 10 മീറ്റർ ക്യൂബ്. ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഈ സിസ്റ്റം ഇരിക്കുന്ന പ്രഷർ 2 ബാർ ആണ്, അത്രയും പ്രഷർ അതിനകത്തുണ്ട്, ഇത്രയും ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റിനെ പറ്റി.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ്, അതായത് എ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്ത പാരാമീറ്ററുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ പാരാമീറ്റർ ആണ് ഞാൻ ഇവിടെ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്നത്? പ്രഷർ എന്ന് പറയുന്ന യൂസ് ചെയ്തു, ടെമ്പറേച്ചർ എന്ന് പറയുന്ന പാരാമീറ്റർ യൂസ് ചെയ്തു, വോളിയം എന്ന് പറയുന്ന പാരാമീറ്റർ. ഈ 3 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ആ സിസ്റ്റത്തിന്റെ എന്ത് ഡിഫൈൻ ചെയ്തത്? സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു സ്റ്റേറ്റ്, നമ്മളിപ്പോൾ ലെറ്റ്സ് സേ സ്റ്റേറ്റ് 1 ഇരിക്കുന്നത് വോളിയം V1, പ്രഷർ P1 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കോർഡിനേറ്റ്സ് മീൻസ് നമ്മൾ എപ്പോഴും എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, XY എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ ഇവിടെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ആയതുകൊണ്ടാണ് നമ്മുടെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ് 1 ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്ത കോർഡിനേറ്റ് ആണ് വോളിയം V1, പ്രഷർ P1 എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ആ കോർഡിനേറ്റ്സിനെ എന്തെന്ന് പറയാം? പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ പ്രോപ്പർട്ടി ഡെഫിനിഷൻ എന്താണ്? ദ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് which are used to define the state of a system. ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടീസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നും രണ്ടാമത്തത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നും. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് എന്തെങ്കിലും ബേസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും ക്ലാസിഫിക്കേഷൻ ചെയ്യാറില്ല. എന്തെങ്കിലും ബേസിസിലായിരിക്കും നമ്മൾ എപ്പോഴും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും പ്രോപ്പർട്ടീസിനെ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നും ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ബേസിസ് ഓൺ അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് വെച്ചിട്ടാണ്. നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമോ ഇല്ലയോ, അതിന്റെ ബേസിസിലാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്നും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നും. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടികളെയാണ് നമ്മൾ എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കാമല്ലോ. ഇന്റൻസീവ് സ്റ്റാർട്ട്സ് വിത്ത് ഐ. സോ നമുക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സ്റ്റാർട്ട്സ് വിത്ത് ഐ ആണ്, നമ്മൾ അങ്ങനെ അങ്ങ് ഓർത്തിരിക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. അപ്പൊ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടികളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. ഓക്കെ. അപ്പൊ ലെറ്റ്സ് അത് എന്താണെന്ന് നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഞാനൊരു 10 കിലോഗ്രാം മാസുള്ള ഒരു സബ്സ്റ്റൻസ് എടുത്തു. ഓക്കെ. അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ ലെറ്റ്സ് സേ 500 ഡിഗ്രി സെൽഷ്യസ് ആണ്, പ്രഷർ ലെറ്റ്സ് സേ 2 ബാർ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിനെ ഞാൻ രണ്ടായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ സിസ്റ്റം ഇതിന്റെ മാസ് 5 കിലോഗ്രാമും ഇതിന്റെ മാസും 5 കിലോഗ്രാം. ഓക്കെ. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി ഇതെല്ലാം എന്ത് പ്രോപ്പർട്ടീസ് ആണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. വിച്ച് മീൻസ് ഈ പ്രോപ്പർട്ടീസുകളൊന്നും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 10 കിലോഗ്രാം ഇരിക്കുന്ന ആ ഒരു മാസിന്റെ ടെമ്പറേച്ചറും പ്രഷറുമാണ് നമ്മൾ കാണിച്ചത്. ഇതിന് ഞാൻ ഡിവൈഡ് ചെയ്ത് 5 ആക്കിയാലും ഇവിടുത്തെ 1ലെ ടെമ്പറേച്ചർ എന്ത് തന്നെ ആയിരിക്കും? 500 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ എത്ര തന്നെ ആയിരിക്കും? 2 ബാർ. ഇവിടുത്തെയും സബ്സിസ്റ്റന്റ് 2, ഇവിടുത്തെയും ടെമ്പറേച്ചർ എന്ത് തന്നെ ആയിരിക്കും? 500 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ എത്ര തന്നെ ആയിരിക്കും? 2 ബാർ. അതായത് മാസ് മാറിയെങ്കിലും അവിടെ എന്തിനു മാറ്റമില്ല? ടെമ്പറേച്ചറിനും പ്രഷറിനും മാറ്റമില്ല. കാരണം ടെമ്പറേച്ചറും പ്രഷറും എന്ത് പ്രോപ്പർട്ടിയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ, പ്രഷർ എന്ന് പറയുന്ന ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി എങ്ങനെയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി? നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ വോളിയം എന്നാണ് പഠിക്കുന്നത് അല്ലെ? അപ്പൊ ഡെൻസിറ്റി എന്തുകൊണ്ട് ഇന്റൻസീവ് പ്രോപ്പർട്ടി? അതൊരു സ്പെഷ്യൽ കേസ് ആണ്, ഓർത്തിരിക്കുക. ഡെൻസിറ്റി ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. റീസൺ, നമുക്ക് വെള്ളം, വാട്ടർ ഡെൻസിറ്റി എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമുക്കറിയാം. അതായത് 1 മീറ്റർ ക്യൂബ് വോളിയത്തിൽ ഉള്ള മാസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ലെറ്റ്സ് സേ ഇതിപ്പോ 5 കിലോഗ്രാം ആയിട്ട് ഡിവൈഡ് ചെയ്താലും ഇതിന്റെ 1 കിലോഗ്രാമിലുള്ള മാസിന് വ്യത്യാസം ഉണ്ടോ? 1 മീറ്റർ ക്യൂബിലുള്ള മാസിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല, അത് സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പെർ യൂണിറ്റ് വോളിയത്തിലാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ 1 മീറ്റർ ക്യൂബ് വോളിയം എടുക്കുമ്പോൾ അവിടെ ചേഞ്ച് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും. നമ്മളിപ്പോ ഒരു ബീക്കറിനകത്ത് ആ ബീക്കർ ഫുള്ള് വെള്ളം എടുത്താലും ബീക്കറിന്റെ പകുതി വെള്ളം എടുത്ത് വെച്ചിരുന്നാലും അതിന്റെ വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ത് തന്നെ? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് തന്നെ. മാസ് മാറുന്നതിനനുസരിച്ച് ഡെൻസിറ്റിക്ക് വേരിയേഷൻ അവിടെ വരുന്നില്ല അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡെൻസിറ്റി എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്, ഓർത്തിരിക്കുക.
അതേപോലെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്പെസിഫിക് എനർജി. എനർജി എന്ന് പറഞ്ഞ ഏത് പ്രോപ്പർട്ടിയാണ്? എനർജി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. നമുക്കറിയാം മാസ് മാറുന്നതിനനുസരിച്ച് എനർജി ചേഞ്ച് ഉണ്ടാവും അല്ലെ, എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് മാസിന്, അതുകൊണ്ട് അത് എക്സ്റ്റെൻസീവ്. പക്ഷെ ഏതൊരു പ്രോപ്പർട്ടിയുടെ കൂടെയും സ്പെസിഫിക് ചേർന്ന് വന്നാൽ അതെന്ത് പ്രോപ്പർട്ടി ആകും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആകും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഏതൊരു പ്രോപ്പർട്ടിയുടെ കൂടെയും സ്പെസിഫിക് ചേർന്ന് വന്നാൽ അതെന്ത് പ്രോപ്പർട്ടി ആകും? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. റീസൺ, സ്പെസിഫിക് മീൻസ് എന്താണ് അതിന്റെ മീനിങ്? പെർ യൂണിറ്റ് മാസ് എന്നാണ് മീനിങ്. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ യൂണിറ്റ് മാസ്, 1 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. ഇപ്പൊ സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എനർജി ബൈ മാസ്, 1 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി. സ്പെസിഫിക് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? എൻതാൽപ്പി ബൈ മാസ്, 1 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി. അപ്പം സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും പെർ യൂണിറ്റ് അല്ല, യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പൊ അവിടെ മാസ് ഫിക്സ്ഡ് ആണ്, പിന്നെ മാസിനോട് ഒരു വേരിയേഷൻ ഇല്ല. 1 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് നമ്മൾ എപ്പോഴും സ്പെസിഫിക് വെച്ച് പറയുന്നത്. അപ്പൊ പിന്നെ അവിടെ മാസിന് ഒരു വേരിയേഷനേ വരുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെയാണ് സ്പെസിഫിക് ചേർന്ന് വരുന്ന പാരാമീറ്ററുകളെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കുക എന്ന് പഠിക്കുന്നത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുക എന്നുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുന്നത്. ഓൾ സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ആർ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് എല്ലാവരും ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ആണ്. ദെൻ സ്പെസിഫിക് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടീസുകളെല്ലാം എന്ത് പ്രോപ്പർട്ടിയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ക്ലിയർ ആയി. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്തായിരിക്കും ഇന്റൻസീവ് പ്രോപ്പർട്ടി? പഠിച്ച സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പറയാം എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നുള്ളത്. എന്താണ്? ഡിപ്പെൻഡന്റ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടികളെയാണ് നമ്മൾ എന്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ഇപ്പം വോളിയം എടുക്കുന്നു, വോളിയം എന്തായാലും മാസ് മാറുന്നതിനനുസരിച്ച് എന്തായാലും വോളിയം ചേഞ്ച് ഉണ്ടാവും അല്ലെ. അപ്പം വോളിയം എന്ന് പറയുന്ന ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എന്താൽപ്പി, നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ഹീറ്റ് കണ്ടന്റ് എന്താ? മാസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. പ്രോപ്പർട്ടി എന്താൽപ്പി ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എനർജി, അത് എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പം ഈ എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ ഇന്റൻസീവ് എക്സ്റ്റെൻസീവിന്റെ ആ ഒരു കൺസെപ്റ്റ് അത് തിരിഞ്ഞു പോകാതിരിക്കാൻ ഐ എന്നുള്ള ഓർത്തിരുന്ന, ഇന്റൻസീവ് സ്റ്റാർട്ട്സ് വിത്ത് ഐ, സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. അപ്പൊ പിന്നെ എന്തായാലും എക്സ്റ്റെൻസീവ് എന്തായിരിക്കും? ഡിപെൻഡന്റ് ഓൺ മാസ് ആയിരിക്കും. പിന്നെ സ്പെസിഫിക് ചേർന്ന് വരുന്ന പ്രോപ്പർട്ടികൾ ഇന്റൻസീവ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റേറ്റ് എന്താണ്. എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഓൾറെഡി പ്രോപ്പർട്ടി പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒന്നും മനസ്സിലാവില്ല. അതിന് പറഞ്ഞാൽ സ്റ്റേറ്റ് എ ഇരിക്കുന്ന പ്രഷർ P1 ആണ്, ടെമ്പറേച്ചർ T1 ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സ്റ്റേറ്റ് എയെ പറ്റി ഒരു ഐഡിയ കിട്ടും അല്ലെ. അപ്പൊ അതന്നെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കണ്ടീഷൻ, ഒരു സിസ്റ്റം ഇരിക്കുന്ന കണ്ടീഷൻ, അറ്റ് പ്രസന്റ് ആ സിസ്റ്റം ഏത് കണ്ടീഷനിലാണോ ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റേറ്റ് 1. കാരണം ഈ സിസ്റ്റം ഇരിക്കുന്ന പിസ്റ്റൺ ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിനകത്ത് ഗ്യാസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ആ ഗ്യാസ് ഇരിക്കുന്ന മാസ് 2 കിലോഗ്രാം, ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്, വോളിയം 1 മീറ്റർ. ഓക്കെ, അപ്പൊ ഇത് ഇവിടുന്ന് എന്തോ ഒരു പ്രോസസ് ഒക്കെ സംഭവിച്ചത് എന്ത് ചെയ്തു? മറ്റൊരു സ്റ്റേറ്റിലെത്തി, വേറൊരു സ്റ്റേറ്റിലെത്തി. അപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ്, വോളിയം എന്ത് ചെയ്തു? 1 മീറ്റർ ക്യൂബിന് 3 മീറ്റർ ക്യൂബിലോട്ടായി. അപ്പൊ എന്താ? ഇവിടുത്തെ സ്റ്റേറ്റ്, അതായത് ആ കണ്ടീഷൻ മാറി. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ ആയിരുന്നു, ഇത് വേറൊരു കണ്ടീഷനിലെത്തി. അപ്പോൾ എന്തുണ്ടായി? ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടായി, സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലോട്ട്. അതായത് ഒരു സിസ്റ്റം അറ്റ് പ്രസന്റ് ഇരിക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോസസ് എന്തായിരിക്കും? പ്രോസസ് എന്തായിരിക്കും? ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ എത്തിച്ചേരുമ്പോഴാണ് അവിടെ എന്ത് നടന്നു എന്ന് പറയുന്നത്? ഒരു പ്രോസസ്സ് നടന്നു എന്ന് നമ്മൾ പറയും. അതായത് ഒരു സിസ്റ്റം എപ്പോഴും നമുക്കൊരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കണം. അതൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് നമ്മൾ എപ്പോഴും അവിടെ ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലെറ്റ്സ് സ്റ്റേറ്റ് 1, ഞാൻ എന്താ 1 എന്ന് പറയുന്ന ഒരു PV ഡയഗ്രം ഞാൻ ഇവിടെ കാണിച്ചു. അവിടെ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ് ഞാൻ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഇവിടെ എന്തൊക്കെ തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? 1-ൽ നിന്ന് എന്ത് ചെയ്തു? 2 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട് എത്തി. അപ്പൊ ഇവിടെ എന്ത് നടന്നു? ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലെത്തി. അപ്പൊ ഇവിടെ എന്ത് നടന്നു? ഒരു പ്രോസസ് 1 to 2 നടന്നു എന്ന് നമുക്ക്. ഓക്കെ, when a system changes from one state to another state, then it should undergo a process. ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് നടന്നു എന്ന് പറയാൻ സാധിക്കുക? ഒരു പ്രോസസ്സ് നടന്നു എന്ന് പറയാൻ സാധിക്കും.
The series of state through which the system passes is called the path of process. അതായത് ഒരു സിസ്റ്റം ഈ ഒരു സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലോട്ട് പോകുമ്പോൾ അത് കുറെ സ്റ്റേറ്റുകൾ, ഒരു കുറെ നോൺ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സുകളിലൂടെ ആയിരിക്കും അത് പാസ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ പാത്ത് എന്ന് പറയുന്നത്. അത് ലെറ്റ്സ് ഞാൻ ഇവിടെ കാണിക്കാം. ഒരു PV ഡയഗ്രം നമ്മൾ വരയ്ക്കുകയാണ്. ഇത് ഞാൻ സ്റ്റേറ്റ് 1 എടുത്തു, ഇവിടെ ഞാൻ സ്റ്റേറ്റ് 2 എടുത്തു. ഇത് നാട്ട് ഇങ്ങനെ വന്നു, ഈ ഒരു പാത്തിലൂടെയാണ് ഇത് വന്നേന്നിരിക്കട്ടെ. അപ്പൊ ആ പാത്തിനെ ഞാൻ ലെറ്റ്സ് എന്തെന്ന് വിളിച്ചു, പാത്ത് എ എന്ന് വിളിച്ചു. ഇത് സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റിലൂടെ എനിക്ക് വേണമെങ്കിൽ വേറൊരു പാത്തിലൂടെ വരാം, താണ്ട് ഈ പാത്തിലൂടെ വരാം. അതിനെ ഞാൻ എന്ത് ചെയ്തു, പാത്ത് ബി എന്ന് വിളിച്ചു. അപ്പൊ കണ്ട ഇവിടെ പ്രോസസ്സ് 1 to 2 തന്നെയാണ്, പ്രോസസ്സ് 1 to 2 തന്നെയാണ്. കാരണം സ്റ്റേറ്റ് 1-ൽ നിന്ന് സ്റ്റേറ്റ് 2-ലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ആ പ്രോസസ്സ് നടന്നിരിക്കുന്ന പാത്ത് 2 പാത്താണ്. പാത്ത് എയിലൂടെയും നടന്നിട്ടുണ്ട്, പാത്ത് ബിയിലൂടെയും നടന്നു. അതാണ് പാത്ത്. ആ പ്രോസസ്സ് നടക്കുന്ന വഴി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാത്ത് ഓഫ് ദ പ്രോസസ് എന്ന് പറയും. ക്ലിയർ? അപ്പൊ സ്റ്റേറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന് കഴിഞ്ഞ് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴാണ് ഒരു പ്രോസസ്സ് നടക്കുന്നതെന്ന് മനസ്സിലായി. പ്രോസസ്സിനെ നമ്മൾ ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടായിട്ട് നമ്മൾ ക്ലാസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ്? റിവേഴ്സിബിൾ പ്രോസസ് എന്നും ഇറിവേഴ്സിബിൾ പ്രോസസ്സും. എന്താണ് റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും തമ്മിലുള്ള വ്യത്യാസം? റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം സ്റ്റേറ്റ് 1-ൽ നിന്ന് ഞാൻ ഇവിടെ എന്ത് ചെയ്തു, സ്റ്റേറ്റ് 2-ലെത്തി. ഇവിടുന്ന് നേരെ തിരിച്ച് എനിക്ക് ഇതേ പാത്തിലൂടെ തന്നെ തിരിച്ച് സ്റ്റേറ്റ് 1-ൽ എത്താൻ സാധിച്ചാൽ, കണ്ടീഷൻസ് ഉണ്ട്. 1-ൽ നിന്ന് ഞാൻ പാത്ത് എയിലൂടെ 2-ലെത്തി, തിരിച്ച് 2-ൽ നിന്ന് ഇതേ പാത്ത് എയിലൂടെ തന്നെ എനിക്ക് 1-ൽ എത്താൻ സാധിച്ചാൽ, മാത്രവുമല്ല 1-ൽ നിന്ന് 2-ലോട്ട് പോയപ്പോൾ ഞാൻ സറൗണ്ടിങ്സിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാക്കിയോ ഇതേ ചേഞ്ചിനെയൊക്കെ എനിക്ക് മാറ്റി പഴയ രീതിയിൽ സറൗണ്ടിങ്സിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ, അങ്ങനത്തെ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, റിവേഴ്സിബിൾ പ്രോസസ്. അപ്പൊ ഒരിക്കലും ഫൈനലി ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രം പോരാ. നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കുന്നത് എങ്ങനെയാണ്, റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിൽ ഞാൻ 1-ൽ നിന്ന് 2-ലെത്തി, തിരിച്ചെനിക്ക് 1-ൽ എത്താൻ സാധിച്ചാൽ അതിനെ റിവേഴ്സിബിൾ, അങ്ങനെയാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. പക്ഷെ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസുകളുണ്ട്. ഒരിക്കലും പഴയ സ്റ്റേറ്റിൽ മാത്രം എത്തിയാൽ പോരാ. എങ്ങനെ എത്തണം? അത് 1-ൽ നിന്ന് 2-ലെത്തിയ പാത്ത് ഏതാണോ അതേ പാത്തിലൂടെ തന്നെ തിരിച്ചെത്തണം. മാത്രവുമല്ല സറൗണ്ടിങ്സിൽ യാതൊരു ചേഞ്ചും, അത് ഇനിഷ്യൽ സ്റ്റേറ്റ് 1-ൽ എന്ത് ഇതിലാണോ സറൗണ്ടിങ് ഇരുന്നത് അതേ കണ്ടീഷനിൽ തന്നെ സറൗണ്ടിങ് ആയിരുന്നു. സറൗണ്ടിങ്ങിലും ചേഞ്ച് സംഭവിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിലേ നമുക്ക് അതിനെ എന്ത് പ്രോസസ് എന്ന് പറയാൻ സാധിക്കുള്ളൂ, റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ പിന്നെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, തിരിച്ചൊരിക്കലും നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല, ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്താൻ സാധിക്കില്ല. ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിൽ വന്നാൽ പിന്നെ തിരിച്ചൊരിക്കലും എനിക്ക് പഴയ സ്റ്റേറ്റിൽ എത്താൻ സാധിക്കില്ല. അതിനെയാണ് നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എന്താണ്, പ്രോസസ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അടുത്ത നമുക്ക് നോക്കേണ്ടത് എന്താണ് സൈക്കിൾ എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? എന്താണ് സൈക്കിൾ? എന്താണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പ്രോസസ്സ് കണ്ടു. പ്രോസസ്സ് എന്തായിരുന്നു? ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലെത്തി. അപ്പൊ എന്താണ്, 1-ൽ നിന്ന് 2-ലെത്തി. ഇത് പ്രോസസ്. ഇനി ഇവിടെ 2-ൽ നിന്ന് 3-ലെത്തി, 3-ൽ നിന്ന് 4-ലെത്തി, 4-ൽ നിന്ന് 1-ലെത്തി. ഇവിടെ എത്ര പ്രോസസ്സുകളുണ്ട്? ഇവിടെ 1, 2, 3, 4 പ്രോസസ്സുകൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ 4ാമത്തെ പ്രോസസ്സിന്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സിന്റെ എന്ത് സ്റ്റേറ്റ് തന്നെ, ഇനിഷ്യൽ സ്റ്റേറ്റ് തന്നെ. അപ്പോൾ കുറെ പ്രോസസ്സുകൾ സംഭവിച്ചു കഴിഞ്ഞ് അതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്താൻ സാധിച്ചാൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇവിടെ ഒരു PV ഡയഗ്രം കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് 1, 1 to 2 എന്ന് പറയുന്ന ഒരു പ്രോസസ്, 2 to 3 എന്ന് പറയുന്ന ഒരു പ്രോസസ്, 3 to 4 എന്ന് പറയുന്ന ഒരു പ്രോസസ്, 4 to 1 എന്ന് പറയുന്ന ഒരു പ്രോസസ്. അപ്പൊ ഇവിടെ എത്ര പ്രോസസ്സുകളുണ്ട്? 4 പ്രോസസ്സുകളുണ്ട്. ഫൈനൽ പ്രോസസ് ഏതാണ്? 4 to 1 അല്ലേ? ആ ഫൈനൽ പ്രോസസ്സ് നടന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന 1 ആണ്. അതേതാണ്? നമ്മുടെ ആദ്യത്തെ പ്രോസസ്സിന്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റ് കുറെ പ്രോസസ്സുകൾ സംഭവിച്ചു കഴിഞ്ഞ് ഇനിഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്തായി? സെയിം ആയി തന്നെ വന്നു. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ സാധിക്കൂ, അതൊരു സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ സാധിക്കും. ഇനി ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ, ദ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എ സർട്ടൺ ഓർഡർ. കുറെ പ്രോസസ്സുകൾ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നടന്നു കഴിഞ്ഞാൽ
ആൻഡ് റീസ്റ്റോർ ദ ഇനിഷ്യൽ കണ്ടീഷൻ അറ്റ് ദ എൻഡ്. അതിന്റെ അവസാനം അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ റീസ്റ്റോർ ചെയ്യാൻ സാധിച്ചാൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സൈക്കിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് നടന്നു എന്ന് പറയാം? ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 4 ടേമുകളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ടേമുകളാണ് പഠിച്ചത്. പ്രോപ്പർട്ടി, ദെൻ സ്റ്റേറ്റ്, പ്രോസസ്, ദെൻ സൈക്കിൾ. ഇത് 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് വളരെയധികം PSCക്ക് ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് പ്രോപ്പർട്ടിയാണ്. അത് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. ഇത് ഏത് പ്രോപ്പർട്ടിയാണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടി ഏതാണ്, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എക്സാം, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടുന്ന് ധാരാളം കണ്ടു. ഡിപ്ലോമ ലെവൽ എക്സാമുകൾസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ സ്റ്റേറ്റ്, പ്രോസസ്, സൈക്കിൾ ഇതെന്താണെന്നുള്ള ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. കാരണം തെർമൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ നമ്മൾ ഇനി സ്ഥിരം PV ഡയഗ്രാം, TS ഡയഗ്രാം ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ പ്രോസസ്, സൈക്കിൾ എന്നൊക്കെ പറഞ്ഞു പോകാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനി മെയിൻ ആയിട്ട് നമ്മൾ ഓൾറെഡി തെർമോഡൈനാമിക്സിന്റെ ഡെഫിനിഷൻ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എനർജി ഇന്ററാക്ഷൻസ് കണ്ടായിരുന്നു. ഏതൊക്കെ എനർജി ഇന്ററാക്ഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നെന്ന് പറഞ്ഞത്? നമ്മൾ ഡീൽ ചെയ്യുന്ന പറഞ്ഞ എനർജി ഇന്ററാക്ഷൻസ് ഏതൊക്കെയാണ്? ഹീറ്റും വർക്കും. ഈ 2 എനർജി ഇന്ററാക്ഷൻസ് അല്ലേ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്ത, ഹീറ്റും വർക്കും. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഹീറ്റിനെയും വർക്കിനെയും പറ്റി നമുക്കൊന്ന് പഠിക്കണം. എന്താണ് ഹീറ്റ്, എന്താണ് വർക്ക് എന്നൊക്കെ നമുക്കൊന്ന് നോക്കണം. ഫസ്റ്റ് വൺ, എന്താണ് ഹീറ്റ് എന്ന് പറയുന്നത്? എപ്പോഴാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഹീറ്റും വർക്കും എന്താണ്? ഇസ് എ ഫോം ഓഫ് എനർജി തന്നെയാണ്. രണ്ടും എന്താണ്? ഒരു എനർജി ട്രാൻസ്ഫർ തന്നെയാണ്. അപ്പോൾ എപ്പോഴാണ് ആ എനർജി ട്രാൻസ്ഫറിനെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് നമ്മൾ പറയുന്നത്? ദ എനർജി ട്രാൻസ്ഫർ ബിക്കോസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമുള്ള എനർജി ട്രാൻസ്ഫർ, അതിനെയാണ് നമ്മൾ കോമൺലി എന്തെന്ന് വിളിക്കുന്നത്? ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം സം എനർജി ട്രാൻസ്ഫർ വിച്ച് മെയിൻലി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്, ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം നടക്കുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരു ബോഡിക്ക് ഹീറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുന്നു, അവിടെ ഒരു ടെമ്പറേച്ചറിന്റെ ചേഞ്ച് കാണും. ഇനി ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാത്തപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. എവിടെയാണെന്ന് നമുക്ക് പറയാം? ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാത്തപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നത് ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുമ്പോഴും അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് വേപ്പർ ആവുന്ന സമയത്തൊക്കെ ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് എന്തായിരിക്കും? അവിടെ ഹീറ്റ് ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും. പക്ഷെ ടെമ്പറേച്ചർ എന്തായിട്ട് നിൽക്കും? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ആ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് ഹീറ്റ് എന്ന് പറയുന്നത്? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലേറ്റന്റ് ഹീറ്റ് അല്ലെ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത് ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴോ റിജക്ട് ചെയ്യുമ്പോഴോ ടെമ്പറേച്ചറിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് ആയി. അപ്പൊ അതൊന്നും ഓർത്തിരിക്കുക. നമ്മൾ എപ്പോഴും ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം നടക്കുന്ന എനർജി ട്രാൻസ്ഫർ ആണ് ഹീറ്റ് എന്ന് പറയുന്നെങ്കിലും ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ കേസ് അവിടെ വരുന്നുണ്ട്. അതൊന്നും ഓർത്തിരിക്കുക. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. Sometimes heat transfer takes place without change in temperature, but due to the effect of phase change. Phase change നടക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലാതെ എന്ത് നടക്കും? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഓക്കെ, അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ബേസിക് ആയിട്ട് +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു ബോഡി ഇരിക്കുന്ന ടെമ്പറേച്ചർ T1, ആ ബോഡിയുടെ മാസ് M, ഈ ബോഡിക്കകത്തോട്ട് എന്ത് ചെയ്തു? ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ബോഡിയുടെ ടെമ്പറേച്ചർ T2 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? Q. നമുക്ക് എല്ലാവർക്കും അറിയാം MC ΔT. Q is equal to MC ΔT. നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ബോഡിക്ക് എത്ര ഹീറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും M × C × T2 - T1. ഇതായിരിക്കും ആ ബോഡിക്ക് കിട്ടിയ ഹീറ്റ്. കാരണം ആ ബോഡി ഇനിഷ്യലി ഇരുന്ന ടെമ്പറേച്ചർ T1 ആണ്. ആ ബോഡിക്ക് Q എമൗണ്ട് ഓഫ് ഹീറ്റ് കിട്ടിയപ്പോൾ ആ ബോഡിയുടെ ടെമ്പറേച്ചർ എന്തായി മാറി? T2 ആയി മാറി. അപ്പോൾ എത്ര ഹീറ്റ് കിട്ടി? Q is equal to MC ΔT, which is equal to MC × T2 - T1. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ഇക്വേഷൻ. ഇനി ഈ ഹീറ്റ് നമ്മൾ ആഡ് ചെയ്യാം. ഒന്നുകിൽ ഹലോ സർ സി എന്താ? സി പറയാം. അത് നമുക്ക് ഞാൻ പറയാം. സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണ്. അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ,
ഓക്കെ, അപ്പൊ ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്യൂ എന്ന് പറഞ്ഞാൽ MC ഡെൽറ്റ ടി ആണ്. MC ഡെൽറ്റ ടി. എം എന്താണ്? ആ ഗ്യാസിന്റെ മാസ്. സി എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണ്. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇപ്പൊ T1 ആണ് ഇനിഷ്യൽ ടെമ്പറേച്ചർ, T2 ഫൈനൽ ടെമ്പറേച്ചർ ആണെങ്കിൽ Q = MC ഡെൽറ്റ ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഹീറ്റിന്റെ ഇക്വേഷൻ കിട്ടും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ 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 സർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹീറ്റിന് ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ഇതൊരു സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്തേക്കുക? പുറത്തോട്ട് പോയേക്കുക അല്ലെ. ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ആണെങ്കിൽ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ സൈൻ നെഗറ്റീവും, ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. ഹീറ്റ് ഇവിടെ നോർമലി കാണിച്ചിരിക്കുന്നത് തെറ്റാണ്. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം എന്താണ്? പോസിറ്റീവും, ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം എന്താണ്? നെഗറ്റീവും. ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെടുമ്പോൾ അതിന്റെ സൈൻ എന്താണ്? നെഗറ്റീവും, ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ എല്ലാവരും ക്ലിയർ ആണല്ലോ? ഒരു സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുക്കുവാണെങ്കിൽ പോസിറ്റീവ്, ഒരു സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്ട് ചെയ്യുവാണെങ്കിൽ നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ചോദിച്ച Q = MC ഡെൽറ്റ ടി എന്ന് പറഞ്ഞപ്പോൾ അതിലെ സി എന്താണ്? സിക്ക് പറയുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് അതായത് it is the amount of heat required to raise the temperature of unit mass of a substance by 1 degree Celsius. അതായത് 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ എത്രമാത്രം ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യണം, അതിനെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? അതായത് 1 കിലോഗ്രാം സബ്സ്റ്റൻസ് എന്റെ ഇരിക്കുവാണ്, അതിന്റെ ടെമ്പറേച്ചർ 250 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഇരിക്കട്ടെ. ഇതിനെ എനിക്ക് 251 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റാൻ ഞാൻ ഇതിലോട്ട് എത്ര ഹീറ്റ് സപ്ലൈ ചെയ്യണം? അതാണ് ആ ബോഡിയുടെ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക്, കാരണം ഞാൻ നേരത്തെ പറയാം, സ്പെസിഫിക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം പെർ യൂണിറ്റ് മാസ്. പെർ യൂണിറ്റ് മാസ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് 1 കിലോഗ്രാം. ആ സ്പെസിഫിക് നമ്മൾ നേരത്തെ പ്രോപ്പർട്ടി പഠിച്ച സമയത്ത് സ്പെസിഫിക് എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തില്ലേ? സ്പെസിഫിക് ചേർന്ന് വരുന്ന എല്ലാ പ്രോപ്പർട്ടീസും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത? ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. കാരണം അവിടെ പെർ യൂണിറ്റ് മാസ് 1 കിലോഗ്രാമിന് കറസ്പോണ്ട്. അതേ കൺസെപ്റ്റാണ് നമ്മളിവിടെ ആലോചിച്ചാൽ സ്പെസിഫിക് ഹീറ്റ്. അവിടെ അന്നേരം എന്തായിരിക്കും? 1 കിലോഗ്രാമിന് കറസ്പോണ്ടിങ് 1 കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെയാണ് എന്ത് ഹീറ്റ് എന്ന് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോ സ്പെസിഫിക് ഹീറ്റിന്റെ യൂണിറ്റ് എന്ത് വരും? സ്പെസിഫിക് ഹീറ്റിന്റെ യൂണിറ്റ് എന്ത് വരും? നമ്മൾ ക്യൂവിന്റെ ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഇക്വേഷൻ MC ഡെൽറ്റ ടി ഇക്വേഷൻ ഒന്ന് നോക്കാം. എന്ത് വരും? സിയുടെ ഇക്വേഷൻ Q/m ഡെൽറ്റ ടി എന്ന് വരത്തില്ലേ? Q/m ഡെൽറ്റ ടി. ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ അല്ലെങ്കിൽ കിലോ ജൂളിൽ പറയാം. സോ കിലോ ജൂൾ. മാസ് എന്താണ്? കിലോഗ്രാം. ഡെൽറ്റ ടി ഒന്നുകിൽ ഡിഗ്രി സെൽഷ്യസിൽ പറയാം, അല്ലെങ്കിൽ എന്തിൽ പറയാം? കെൽവിനിൽ പറയാം. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ എടുത്താലും കെൽവിനിൽ എടുത്താലും ഒരേ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന സമയത്ത് നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ എഴുതണോ അതോ കെൽവിനിലോട്ടാക്കണോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഡിഗ്രി സെൽഷ്യസിൽ എഴുതിയാലും കെൽവിനിൽ എഴുതിയാലും ഒന്നാണ്. കാരണം ഇപ്പം 100 ഡിഗ്രി 120 ഡിഗ്രി ഇതിന്റെ ഡിഫറൻസ് 20 ആണ്. 20 ഡിഗ്രി സെൽഷ്യസ്. ഇത് നിങ്ങൾ കെൽവിനിലോട്ട് ആക്കിയിട്ട് മൈനസ് ചെയ്താലും എന്തേ കിട്ടത്തുള്ളൂ? 20 കിട്ടത്തുള്ളൂ. കാരണം രണ്ടിടത്ത് നമ്മൾ 273 ആഡ് ചെയ്തിട്ട് മൈനസ് ചെയ്യാം, എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് വരുന്ന സമയത്ത് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലും എഴുതാം കെൽവിനിലും എഴുതാം, ഒരു പ്രശ്നമില്ല. അപ്പൊ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ, എല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പൊ സ്പെസിഫിക്കിന്റെ യൂണിറ്റ് ഓർത്തിരിക്കുക. എന്താ ഹീറ്റ് കപ്പാസിറ്റി? നമ്മൾ അത്രയും പഠിച്ച സ്ഥിതിക്ക് ഹീറ്റ് കപ്പാസിറ്റി കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എന്താ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഹീറ്റ് കപ്പാസിറ്റി ഒരു ബോഡിയുടെ സ്പെസിഫിക് ഹീറ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്താണെന്ന് മനസ്സിലായി. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് കപ്പാസിറ്റി സ്പെസിഫിക് ഹീറ്റിനെ നമ്മൾ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഹീറ്റ് കപ്പാസിറ്റി. അതായത് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ. ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ ഹോൾ മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാമിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ. ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ആ ബോഡിയുടെ ഹോൾ മാസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ. അതിനാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ സ്പെസിഫിക് ഹീറ്റിനെ നമ്മൾ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് കപ്പാസിറ്റി കിട്ടും.
ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ നമ്മളെ Q is equal to mc ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ mc എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. അപ്പം ക്ലിയർ ആയോ? അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ് കിലോ ജൂൾ പെർ കെൽവിൻ എന്നേ വരത്തുള്ളൂ, അവിടെ ബൈ കിലോഗ്രാം വരില്ല, കാരണം ഹീറ്റ് കപ്പാസിറ്റി mc ആണ്. അപ്പൊ കിലോ ജൂൾ പെർ കെൽവിൻ അല്ലെങ്കിൽ കിലോ ജൂൾ പെർ ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ വരുള്ളൂ. പെർ കിലോഗ്രാം വരുന്നത് സ്പെസിഫിക്കിനാണ്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് എന്താണെന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി സ്പെസിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സി പിയും പറയും, സി വിയും പറയും. സി പിയും സി വിയും ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ ഈ ബോഡിയിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ, സി പി എന്ന് പറയും. ഇനി നമ്മൾ ഈ ബോഡിയിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയുന്നു? സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം, സി വി എന്ന് പറയും. ഓക്കെ, രണ്ട് സെയിം തന്നെയാണ്. പ്രഷർ ഹീറ്റ് ആഡ് ചെയ്യുന്ന കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സി പി, സ്പെസിഫിക് കോൺസ്റ്റന്റ് പ്രഷർ എന്നും. ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നു? സി വി, സ്പെസിഫിക് ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം എന്നും പറയും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഹീറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പം ഹീറ്റ് എന്താണ്, എന്ത് മൂലമാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, എന്ത് മൂലമാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്, ദെൻ ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിസ്റ്റത്തിലോട്ട് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ്, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് റിജക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ്, അത് കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ ഹീറ്റിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക, എം സി ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദെൻ സ്പെസിഫിക് ഹീറ്റ് എന്താണ്, സി പി എന്താണ്, സി വി എന്താണ് എന്നുള്ള കാര്യങ്ങൾ, ഇത്രയും റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ ഹീറ്റിനെ ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഒരു എനർജി ഇന്ററാക്ഷൻ ഹീറ്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ എനർജി ഇന്ററാക്ഷൻ നമ്മൾ ഏതാ പഠിച്ച? രണ്ടാമത്തെ ഒരു എനർജി ഇന്ററാക്ഷൻ നമ്മൾ ഉണ്ടായിരുന്നല്ലോ തെർമോഡൈനാമിക്സിനകത്ത് പഠിച്ചത്, അതേതായിരുന്നു? വർക്ക്. വർക്ക് അല്ലേ നമ്മൾ പഠിച്ച? എന്താണ് വർക്ക് എന്ന് പറഞ്ഞാൽ? വർക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം നമുക്ക് ബേസിക് ആയിട്ട്? നമ്മൾ ഓൾറെഡി ഹീറ്റ് ട്രാൻസ്ഫറിന് എന്താ പറഞ്ഞ, ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം നടക്കുന്ന എനർജി ഇന്ററാക്ഷൻ ആണ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലാതെ വേറെ എന്ത് റീസൺ മൂലം എനർജി ഇന്ററാക്ഷൻ നടന്നു അതിനെല്ലാം നമുക്ക് ഒരുമിച്ച് എന്തെന്ന് വിളിക്കാൻ വേണമെങ്കിൽ വർക്ക് ട്രാൻസ്ഫർ എന്ന് വിളിക്കും. ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലാതെ വേറെ ഏത് പാരാമീറ്റർ മൂലവും എനർജി ഇന്ററാക്ഷൻ നടന്നു അതിനെ നമ്മൾ ടുഗദർ വി കോൾ ഇറ്റ് ആസ് വർക്ക് ട്രാൻസ്ഫർ അല്ലെ, ഡബ്ല്യു. അപ്പൊ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഇത് എന്ത് ക്രോസ് ചെയ്യണം? നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്യണം. ഇതാണ് സിസ്റ്റം, ഇതാണ് സറൗണ്ടിങ്. ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിലുള്ള ആ ബൗണ്ടറി ക്രോസ് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ, ഒരു ട്രാൻസ്ഫർ നടന്നു എന്ന് പറയാൻ സാധിക്കും. അപ്പം വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സിസ്റ്റത്തിൽ വർക്ക് നടന്നു എന്ന് പറയുന്നത്, വർക്ക് is said to be done by a system if the sole effect on the things external to the system can be raised to raising a weight. അതായത് ഞാൻ ഇവിടെ ഒരു മോട്ടോർ വെച്ചു, ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. സോ ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മോട്ടോർ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. മോട്ടോർ വർക്ക് ചെയ്യും. മോട്ടോർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഷാഫ്റ്റ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. നമുക്കറിയാം ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഷാഫ്റ്റിനകത്ത് ഒരു പുള്ളി മൗണ്ട് ചെയ്തു. പുള്ളിക്കകത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടേക്കാം. അപ്പൊ ഈ മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യും? പുള്ളി റൊട്ടേറ്റ് ചെയ്യല്ലേ, കാരണം പുള്ളി നമ്മുടെ ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വെയിറ്റ് എന്ത് ചെയ്യും? വെയിറ്റ് റേസ് ചെയ്ത് വരും. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ വെയിറ്റ് റേസ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എന്ത് മനസ്സിലാവുന്നത്? ഈ മോട്ടർ ഇവിടുന്ന് എനിക്ക് എന്ത് കിട്ടിയെന്ന്? ഒരു വർക്ക് ട്രാൻസ്ഫർ നടന്നു എന്ന്. കാരണം ഞാൻ എന്റെ സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതാണ്. ഈ ബാറ്ററി മോട്ടറിന്റെ അസംബ്ലിയാണ് ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ ബൗണ്ടറി ക്രോസ് ചെയ്തു. വർക്ക് എന്ന് പറയുന്ന ഫിനോമിന അല്ലെ വർക്ക് എന്ന് പറയുന്ന എനർജി ഈ ബൗണ്ടറി ക്രോസ് ചെയ്തത് കൊണ്ടാണ് ഈ വെയിറ്റ് എന്ത് ചെയ്തത്? വെയിറ്റ് റൈസ് ചെയ്ത് വന്നത് അല്ലെ. ആ വെയിറ്റ് റൈസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ വർക്ക് ട്രാൻസ്ഫർ നടന്നതാണ്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലാതെ വേറെ എന്തോ ഒരു പാരാമീറ്റർ ഇവിടെ ക്രോസ് ചെയ്തു. സോ അതുമൂലം ഈ വെയിറ്റ് എന്ത് ചെയ്തു? റൈസ് ചെയ്തു. സോ അവിടെ എന്ത് നടന്നു എന്ന് നമുക്കറിയാം? ഒരു വർക്ക് ട്രാൻസ്ഫർ നടന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഈ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. വർക്കിന്റെ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. വർക്ക് ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു നോൺ ഫ്ലോ പ്രോസസ്സിൽ വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ പി ഡി വി ആണ്. ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ. വർക്കിന്റെ നമ്മൾ ക്യൂവിന്റെ ഇക്വേഷൻ എം സി ഡെൽറ്റ ടി എന്ന് പഠിച്ചതുപോലെ ഒരു ക്ലോസസ്റ്റ് അല്ലെങ്കിൽ നോൺ ഫ്ലോ പ്രോസസ്സിൽ
വർക്കിന്റെ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ പി ഡി വി ആണ്. പി എന്ന് പറയുന്നത് പ്രഷർ, ഡി വി മീൻസ് ചേഞ്ച് ഇൻ വോളിയം. ചേഞ്ച് ഇൻ വോളിയം. ഇന്റഗ്രൽ പി ഡി വി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വർക്ക് കിട്ടുന്നത്. ആ ഇക്വേഷൻ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. കാരണം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പല തെർമോഡൈനാമിക് പ്രോസസ്സിലെയും വർക്കിന്റെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് അവിടെ എല്ലാം വർക്കിന്റെ ഇക്വേഷൻസ് ബൈഹേർട്ട് ഓർത്ത് വെക്കണം. കാരണം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ആ വർക്കിന്റെ ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആ വർക്ക് ഓരോ പ്രോസസ്സ് നമുക്കറിയാം, ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ, അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ എല്ലാം വർക്കിന് ഓരോ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ ആ ഇക്വേഷൻസുകളെല്ലാം നമ്മൾ തെർമോഡൈനാമിക് സബ്ജക്റ്റിൽ ഡിറൈവ് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ഇന്റഗ്രൽ പി ഡി വി എന്ന് പറയുന്ന ബേസിക് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഓരോ പ്രോസസ്സിനെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ഡിറൈവ് ചെയ്യുന്നത്? വർക്കിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു പ്രോസസ് ആയാലും അവിടുത്തെ ബേസിക് ഇക്വേഷൻ എന്താണ്? വർക്കിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ പി ഡി വി ആണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തി. ഓക്കെ, ക്ലിയർ? അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ പി ഡി വി ആണ് എന്നുള്ള ഓർത്തിരിക്കുക. പി എന്ന് പറയുന്ന പ്രഷറും ഡി വി മീൻസ് ചേഞ്ച് ഇൻ വോളിയം. ഓക്കെ, ഇനി നമ്മൾ ഹീറ്റിന് സൈൻ കൺവെൻഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു നമ്മൾ പഠിച്ച ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ? ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ച? ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം പോസിറ്റീവും ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം നെഗറ്റീവും. അതേപോലെ നമുക്ക് വർക്കിന് സൈൻ കൺവെൻഷൻ പഠിക്കാനുണ്ട്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവും വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നെഗറ്റീവ്. സിസ്റ്റം വർക്ക് ചെയ്യുവാണെങ്കിൽ അത് പോസിറ്റീവ്, സിസ്റ്റത്തിലോട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ്. ഈ 4 കാര്യങ്ങൾ, അതിനകത്ത് ഒരെണ്ണം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള എഴുതാം. ഒന്ന് പറയാം എല്ലാവരും. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം എന്താണ്? പോസിറ്റീവ്. ഓക്കെ, ഫ്രം ദ സിസ്റ്റം എന്തായിരിക്കും? ഫ്രം ദ സിസ്റ്റം നെഗറ്റീവ്. നെഗറ്റീവ്. അത് ക്ലിയർ ആയി. ഇനി വർക്കിന്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. ടു ദ സിസ്റ്റം പോസിറ്റീവ്, ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ സിസ്റ്റത്തിലോട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ പോസിറ്റീവാ. അപ്പോൾ സിസ്റ്റത്തിലോട്ട് വർക്ക് കൊടുക്കുമ്പോഴോ? ഓൺ ദ സിസ്റ്റം ആണെങ്കിലോ? സിസ്റ്റത്തിലോട്ട് വർക്ക് കൊടുക്കുമ്പോഴോ? നേരെ തിരിച്ചാലോചിച്ചാൽ മതി. നെഗറ്റീവ്. നെഗറ്റീവ്. ബൈ ദ സിസ്റ്റം ആകുമ്പോൾ അന്നേരം എന്തായിരിക്കും? പോസിറ്റീവ്. ക്ലിയർ ആയോ? ഈ ഒന്നാമത്തെ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എല്ലാം പഠിച്ചു വെക്കേണ്ട. ഇതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ളതെല്ലാം എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ചേക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം ആണ്. അത് പോസിറ്റീവ് ആണെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ഫ്രം ദ സിസ്റ്റം നെഗറ്റീവ് ആയിരിക്കും. അതിനകത്ത് ഡൗട്ട് ഇല്ല. ഇനി വർക്കിന്റെ സൈൻ കൺവെൻഷനിലോട്ട് പോകണം. ഞാൻ ആദ്യം എഴുതാൻ പോകുന്ന വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പൊ ഓൺ ദ സിസ്റ്റം മീൻസ് ടു ദ സിസ്റ്റം അല്ലേ? ടു ദ സിസ്റ്റം. ഹീറ്റ് ടു ദ സിസ്റ്റം പോസിറ്റീവ് ആണെന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്താ? എല്ലാം ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. നെഗറ്റീവ്. അപ്പൊ ഓൺ ദ സിസ്റ്റം നെഗറ്റീവ് ആയി വർക്ക്. അപ്പോൾ പിന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പൊ ഈ 4 സൈൻ കൺവെൻഷനിൽ ഏത് മാത്രം പഠിച്ചു വെക്കുക? ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം മാത്രം പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? അത് വെച്ച് നമുക്ക് ബാക്കി 3 എഴുതിക്കൂടെ? എഴുതാമോ? ഈ സ്ലൈഡ് ആണോ? എടാ, നമ്മൾ നേരത്തെ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ സൈൻ കൺവെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിസ്റ്റത്തിനകത്തോട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ എന്താ സൈൻ എന്ന് പറഞ്ഞ? ഒരു സിസ്റ്റത്തിനകത്തോട്ട് ഹീറ്റ് കൊടുക്കുമ്പോൾ പോസിറ്റീവ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോ വർക്കിന്റെ സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പറഞ്ഞ ഇത് മാത്രമേ ഉള്ളൂ. ടു ദ സിസ്റ്റം പോസിറ്റീവ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് പോയാൽ മതി. നമ്മൾ പഠിക്കണ്ട. അപ്പം വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം. ഓൺ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിനകത്തോട്ട് കൊടുക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്തായിരിക്കും? ഓൺ ദ സിസ്റ്റം എന്തായിരിക്കും? നെഗറ്റീവ്. ക്ലിയർ ആയോ? ഇനി വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ബൈ ദ സിസ്റ്റം എന്തായിരിക്കും അന്നേരം? ഓൺ ദ സിസ്റ്റം നെഗറ്റീവ് ആണെങ്കിൽ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഈ സൈൻ കൺവെൻഷൻ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. നമുക്ക് മിക്കതും തെർമോഡൈനാമിക്സിന്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കുന്ന സമയത്തും അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ സൈൻ കൺവെൻഷൻ. കാരണം നമ്മളെ സൈൻ കൺവെൻഷനെ തെറ്റിക്കാൻ വേണ്ടി അവർ അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് തരും. നമ്മൾ ഏതൊരു പ്രോബ്ലം വന്നാലും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തിട്ടേ നമ്മൾ പ്രോബ്ലം ചെയ്യാവൂ. ഓക്കെ, അപ്പൊ ആ എനർജി ഇന്ററാക്ഷൻ ആ ഒരു കാര്യം. അപ്പൊ നമ്മൾ ഹീറ്റിൽ നിന്നും വർക്കിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ്? അതിന്റെ ഇക്വേഷൻസ്, സൈൻ കൺവെൻഷൻ. വർക്കിന്റെ ഇക്വേഷൻ, സൈൻ കൺവെൻഷൻ. ഓക്കെ. അടുത്ത് നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സിലോട്ട് പോകാം. ഏതൊക്കെ തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് നോക്കാം.
ഒന്നാമത്തത് ഐസോബാറിക് പ്രോസസ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് പ്രോസസ് എന്ന് പറയുന്നത്? ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഏതൊരു ഇപ്പം യൂണിവേഴ്സ് നമ്മളിപ്പോ ഏതൊരു ഗ്യാസ് എന്തൊരു പ്രോസസ് അവിടെ വേരി ചെയ്യുന്ന 3 പാരാമീറ്ററുകളാണ് ഉള്ളത്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഇത് മൂന്നുമാണ് വേരി ചെയ്യുന്ന പാരാമീറ്ററുകൾ. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഐസോബാറിക് പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുവാണ്. അപ്പൊ പിന്നെ വേരി ചെയ്യുന്ന പാരാമീറ്ററുകൾ ഇനി ഏതൊക്കെ ഉള്ളൂ? വോളിയവും ടെമ്പറേച്ചറും അല്ലേ ഉള്ളൂ, അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുക. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രോസസ്സിനെ എന്തെന്ന് പറയുന്നത്? ഐസോബാറിക് എന്ന് പറയുന്നത്. ഇനി വേരി ചെയ്യാനുള്ള പാരാമീറ്ററുകൾ ഏതൊക്കെയാ? വോളിയവും ടെമ്പറേച്ചറും. അതിന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. which means volume is directly proportional to temperature. അതായത് വോളിയം കൂടുവാണെങ്കിൽ ടെമ്പറേച്ചർ കൂടും, വോളിയം കുറയുവാണെങ്കിൽ ടെമ്പറേച്ചർ കുറയും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? V/T is equal to എന്തെന്ന് പറയാം? കോൺസ്റ്റന്റ് എന്ന് പറയാം. പറഞ്ഞൂടെ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇത് നിങ്ങളൊരു പ്രോസസ്സിൽ ഒന്ന് അപ്ലൈ ചെയ്യേ. പ്രോസസ് എന്ന് പറയുമ്പോൾ 2 സ്റ്റേറ്റുകൾ വരും. സ്റ്റേറ്റ് 1ഉം വരും, സ്റ്റേറ്റ് 2ഉം വരും. ഓക്കെ. ഈ പ്രോസസ്സിൽ ഈ ഒരു ഐസോബാറിക്കിന്റെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. എങ്ങനെ എഴുതാം? ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ V/T ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ പ്രോസസ്സിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. എങ്ങനെ എഴുതാം? V1/T1 is equal to എന്തെന്ന് എഴുതാം? V2/T2. എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? ടെമ്പറേച്ചർ നേരത്തെ ആയിട്ടൊരു ഡൗട്ടാണ്. ഈ ടെമ്പറേച്ചർ ഇന്റൻസീവ് പ്രോപ്പർട്ടി അല്ലേ? അപ്പൊ ഈ വോളിയം മാറുമ്പോ ഇത് ടെമ്പറേച്ചർ കൂട്ടണെങ്ങനെ? അല്ല, ടെമ്പറേച്ചർ ഇന്റൻസീവ് പ്രോപ്പർട്ടി മീൻസ് നമ്മൾ ആ ഒരു മെഷർമെന്റ് ആണ് പറയുന്നത്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന ഓക്കെ നമ്മൾ മെഷർമെന്റിലായിരുന്നു. നമ്മളിപ്പോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. ഓക്കെ. അതായത് ഇപ്പൊ നമ്മളൊരു ബൾക്ക് മാസ് ഒരു കണ്ടെയ്നറിൽ ഒരു ഫ്ലൂയിഡ് എടുത്തു വെച്ചു. ഞാൻ അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ തെർമോമീറ്റർ ഇട്ടു. നമുക്കൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആണ് കിട്ടുന്നത്. അല്ലാതെ ഓരോ മോളിക്യൂൾസിന്റെയും ടെമ്പറേച്ചർ എടുത്തെടുത്തല്ല നമുക്ക് മെഷർ. നമ്മൾ അതിന്റെ ഒരു ആവറേജ് വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു പർട്ടിക്കുലർ വാല്യൂ ഇപ്പൊ ഞാൻ അതിനകത്ത് നിന്ന് കുറച്ച് മാറ്റിയെങ്കിലും ഒന്ന് തെർമോമീറ്റർ എടുത്തിട്ട് നോക്കി വീണ്ടും അതേ ടെമ്പറേച്ചർ തന്നെ കാണിക്കത്തുള്ളൂ. അല്ല അവിടെ ഞാൻ കുറച്ച് ഇത് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ടെമ്പറേച്ചർ ഭയങ്കര വേരിയേഷൻ വരാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ത് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുന്നത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. അല്ല നമ്മൾ ഗ്യാസിൽ ഇപ്പം വോളിയം ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ വോളിയം പ്രൊപ്പോർഷണൽ, അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻ വരുന്നുണ്ട്. അത് ഗ്യാസസിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത്, പ്രോസസ്സിനെ റിലേറ്റ് ചെയ്ത്. അതും നമ്മളെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഐസോബാറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ലോ ആണെന്ന് കൂടെ പറയാമോ? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏത് ലോ ആണെന്ന് കൂടെ പറയാമോ? ചാൾസ് ലോ പഠിക്കുന്നില്ല. ചാൾസ് ലോ. അപ്പോൾ ഐസോബാറിക് പ്രോസസ് ഗവേൺ ചെയ്യുന്ന ലോ ഏതാണ്? ചാൾസ് ലോ ആണെന്ന് നമുക്ക് അവിടെ നിന്ന് പറയാം. ഓക്കെ. ഇനി ഇവിടുന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഏത് പ്രോസസ്സ് പഠിക്കുമ്പോൾ നമ്മളിപ്പോ ഹീറ്റ്, വർക്ക് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഇക്വേഷൻസ് നമ്മൾ ഓരോ പ്രോസസ്സിനെ റിലേറ്റ് ചെയ്ത് പഠിക്കണം. ഇപ്പൊ PV ഡയഗ്രാം വരയ്ക്കുവാണെങ്കിൽ പ്രഷർ വോളിയം ഡയഗ്രാം ഇതിന്റെ എങ്ങനെ വരയ്ക്കും? ഐസോബാറിക് പ്രോസസ് ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കുന്നത്? 1 to 2 കോൺസ്റ്റന്റ് പ്രഷർ. കണ്ട ഏത് പോയിന്റ് എടുത്താലും പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതേ രീതി നമുക്ക് PV ഡയഗ്രാം വരയ്ക്കാം. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടുന്ന് ഹീറ്റിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? ഹീറ്റിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? ഹീറ്റ് Q എങ്ങനെ എഴുതും? ക്യൂവിന്റെ ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചേ? MC ഡെൽറ്റ T എന്നല്ലേ പഠിച്ചേ? ആണ്. ഇവിടെ ഹീറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് we can write C as CP. So equation mCp delta T അല്ലെങ്കിൽ mCp into T2 minus T1. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ ഹീറ്റിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി വർക്കിന്റെ ഇക്വേഷൻ എന്ത് വരും? ഈ പ്രോസസ്സിലെ വർക്കിന്റെ ഇക്വേഷൻ W. ഇക്വേഷൻ എന്തായിരുന്നു? ബേസിക് ഇക്വേഷൻ എന്താ? ഇന്റഗ്രൽ PdV എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് ഇക്വേഷൻ. വർക്ക് പ്രഷർ കോൺസ്റ്റന്റ് ആണ്. സോ P ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം V2 മൈനസ് V1. ഇതാണ് എന്ത്? വർക്കിന്റെ ബേസിക് ഇക്വേഷൻ. P ഇൻറ്റു V2 മൈനസ്. ഇനി ഈ ഇക്വേഷൻ നമുക്ക് വേറൊരു രീതിയിൽ കൂടെ എഴുതാം. അതും ഓർത്തിരിക്കുക. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. PV ഈസ് ഈക്വൽ ടു എന്താണെന്ന്? MRT ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ P ഇൻറ്റു V2 മൈനസ് V1 എനിക്ക് MR ഇൻറ്റു T2 മൈനസ് T1 എന്ന് എഴുതിക്കൂടെ?
എഴുതിക്കൂടെ? കാരണം P1 V1 ഈക്വൽ ടു MR T1, P2 V2 ഈക്വൽ ടു MR T2. ഡിഫറൻസ് എടുക്കുമ്പോൾ MR ഇൻറ്റു T2 മൈനസ് T1. അപ്പൊ ഇതും ഓർത്തിരിക്കുക. ചിലപ്പോൾ ഓപ്ഷനിൽ ആദ്യത്തത് കാണത്തില്ല, ഇതായിരിക്കും കാണുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് രണ്ട് ടെമ്പറേച്ചർ ഒക്കെ തന്നിട്ട് വർക്ക് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ പ്രഷറും വോളിയം തപ്പി പോകേണ്ട കാര്യമില്ല. ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ഹീറ്റിന്റെയും വർക്കിന്റെയും ഈ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. ക്ലിയർ? ഇനി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ ഡെൽറ്റ യു. നമുക്കറിയാം ഇന്റേണൽ എനർജി എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ യു ആണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്താണ്? Q മൈനസ് W എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പഠിക്കുന്നുണ്ട്. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q മൈനസ് W. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഇപ്പൊ ഈ കിട്ടിയ Qവും ഈ Wയും എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ കിട്ടും? MCV ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ. നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഏതൊരു തെർമോഡൈനാമിക് പ്രോസസ് എടുത്താലും ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ ഇത് തന്നെ കിട്ടത്തുള്ളൂ, ഇനി വേറെ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഡെൽറ്റയുടെ ഇക്വേഷൻ ബൈഹാർട്ട് അങ്ങ് പഠിച്ചിരിക്കുക. കേട്ടില്ല? ഇന്റേണൽ എനർജി MCV തന്നെയാണ്. എൻതാൽപ്പിയാണ് MCP വരുന്നത്. ഐസോബാറിക്കല്ലേ പറയണേ? നിങ്ങൾക്ക് ഇപ്പം കൺഫ്യൂഷൻ ഇപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ചാൽ മതി, തെറ്റത്തില്ല. യു വി എന്ന് ഓർത്തിരിക്കാൻ പാടുണ്ടോ? യു കഴിഞ്ഞാൽ ആ ഒരു രീതി. അപ്പൊ ഡെൽറ്റ യു ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ MCV UV അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ തിരിഞ്ഞു പോകത്തില്ല. ഓക്കെ. അതേപോലെ എൻതാൽപ്പിയുടെ ഇക്വേഷൻ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ MCP ഡെൽറ്റ ടി ആണ്. അതും എല്ലാ പ്രോസസ്സിനും ഇത് തന്നെ, മാറത്തില്ല. ഇത് രണ്ടും ഏത് തെർമോഡൈനാമിക് പ്രോസസ് എടുത്താലും ഇക്വേഷൻ സെയിം തന്നെയാണ്. അതുകൊണ്ട് അത് അതേപോലെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഏതൊരു തെർമോഡൈനാമിക് പ്രോസസ് എടുത്താലും ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? MCV ഡെൽറ്റ ടിയും ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് MCP ഡെൽറ്റ ടി. അത് ഓർത്തിരിക്കുക. എൻതാൽപ്പി പി എന്നാണ് പറയുന്നത്. അപ്പൊ MCP ആ ഒരു ഇതിലൊന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ യാതൊരു കാരണവശാലും തിരിഞ്ഞു പോകത്തില്ല. ഓക്കെ, അപ്പം ഡെൽറ്റ യും ഡെൽറ്റ എച്ചും ബൈഹാർട്ട് ഓർത്തിരിക്കുക. ഏത് പ്രോസസ് എടുത്താലും ഡെൽറ്റ യു MCV ഡെൽറ്റ ടി, ഡെൽറ്റ എച്ച് MCP ഡെൽറ്റ. നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കാരണം ക്യൂവിന് പകരം എന്താണ് MCP ഇൻറ്റു T2 മൈനസ് T1 ഉം ഡബ്ല്യൂവിന് പകരം MR ഇൻറ്റു T2 മൈനസ് T1 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ ഡെൽറ്റയുടെ ഇക്വേഷൻ ഇത് തന്നെ കിട്ടും. അവിടെ നമ്മൾ CP മൈനസ് CV ഈക്വൽ ടു R എന്ന് പറയുന്ന ഒരു റിലേഷനോട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നാൽ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. നമ്മൾ ആ ഡെറിവേഷനിലോട്ടൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഡെൽറ്റ എച്ചിന്റെ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ ബൈഹാർട്ട് ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ ഐസോബാറിക് പ്രോസസ് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് എല്ലാം ക്ലിയർ ആണോ? ഐസോബാറിക് ഹീറ്റിന്റെ ഇക്വേഷൻ ഹീറ്റ് MCP ഡെൽറ്റ ടി. വർക്ക് P into V2 minus V1 which is equal to MR into T2 minus T1. അടുത്തത് ഡെൽറ്റ യു MCV into T2 minus T1. ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി MCP into T2 minus T1. ഈ 4 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ജനറലി ബേസിക് ആയിട്ട് പറഞ്ഞ ഐസോബാറിക് പ്രോസസ് എന്താണ്, പ്രഷർ കോൺസ്റ്റന്റ്, ചാൾസ് ലോ, വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ ഐസോബാറിക്കിൽ നിന്ന് ഓർത്തിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഡൗട്ട്? ഈ ഡെൽറ്റ എച്ചും ഹീറ്റ് ട്രാൻസ്ഫറും സെയിം തന്നെയാണോ? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് മീൻസ് എൻതാൽപ്പി ആണ്. എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻതാൽപ്പി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിനകത്തുള്ള മൊത്തം ഹീറ്റ് ആണ് റിലേറ്റഡ് ടു എൻതാൽപ്പി. ഒരു സിസ്റ്റത്തിലുള്ള മൊത്തത്തിലുള്ള ഹീറ്റ് കണ്ടന്റിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, കാരണം H is equal to U plus PV എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ട്. ഇത് കണക്ട് ചെയ്യുന്നത് എൻതാൽപ്പിയും ഇന്റേണൽ എനർജിയും കൂടെ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് H is equal to U plus PV എന്ന് പറയുന്ന ഒരു റിലേഷൻ. അപ്പൊ ഹീറ്റിന്റെ സെയിം ഇക്വേഷൻ തന്നെ വരില്ലേ അതിന് ഡെൽറ്റ എച്ചിന്? ഡെൽറ്റ. അതുകൊണ്ടാണ് നമ്മൾ MCP ഡെൽറ്റ ടി എന്ന് പറഞ്ഞ MC ഡെൽറ്റ ടി അതേപോലെ തന്നെയല്ലേ വന്നേക്കുന്നത്. കോൺസ്റ്റന്റ് പ്രഷറിൽ ആയതുകൊണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡെൽറ്റ എച്ചിന് ഏത് പ്രോസസ് എടുത്താലും MCP ഡെൽറ്റ ടി തന്നെയാണ്. ഓക്കെ. അപ്പൊ ഐസോബാറിക് പ്രോസസ്സിന് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇനി ഇതേപോലെ നമുക്ക് ഓരോ പ്രോസസ്സും നോക്കാം. ഐസോകോറിക് നിങ്ങൾ തന്നെ പറ. ഐസോകോറിക് പ്രോസസ്സിലെ ഹീറ്റിന്റെ ഇക്വേഷൻ പറ. ഹീറ്റ് ആദ്യം ഹീറ്റ് വേണ്ട. ആദ്യം നമുക്ക് പ്രോസസ്സിനെ പറ്റി നോക്കാം. 3 പാരാമീറ്റർ ഉണ്ട്: പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഏത് കോൺസ്റ്റന്റ് ആയി? വോളിയം കോൺസ്റ്റന്റ് ആയി. ഇനി വേരി ചെയ്യുന്ന പാരാമീറ്റർ ഏതൊക്കെയാ?
വേരി ചെയ്യുന്ന പാരാമീറ്റർ പ്രഷറും ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ. അതെങ്ങനെയായിരിക്കും വേരിയേഷൻ? ഡയറക്ട്ലി ആയിരിക്കും, ഇൻവേഴ്സ്ലി ആണോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? P/T ഈക്വൽ ടു എന്താന്ന് എഴുതാം? കോൺസ്റ്റന്റ്. ഇത് ഞാനൊരു പ്രോസസ് അപ്ലൈ ചെയ്യും, പ്രോസസ് 1 to 2 അപ്ലൈ ചെയ്യും. എങ്ങനെ എഴുതാം? P1/T1 is equal to P2/T2. ഏത് ലോ എന്ന് ഓർമ്മയുണ്ടോ? P proportional to T. അപ്പോൾ ഐസോകോറിക് പ്രോസസ് ഗവേൺ ചെയ്യുന്ന ലോ ഗേ-ലുസാക്ക് ലോ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ബേസിക് നമുക്ക് പണ്ടേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഇത് ഐസോകോറിക് പ്രോസസ്. അപ്പൊ ഇതിന്റെ PV ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഇതിന്റെ PV ഡയഗ്രാം ഒരു വെർട്ടിക്കൽ ലൈൻ അല്ലേ വരുന്നത്? ഓക്കെ, കാരണം വോളിയം കോൺസ്റ്റന്റ് ആണ്. വോളിയം കോൺസ്റ്റന്റ് ആക്കി ടൈം വരയ്ക്കുക. അപ്പൊ ഐസോകോറിക് പ്രോസസ് കിട്ടും. അത് നമുക്കറിയാം. ഇനി നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യം ഹീറ്റിന്റെ ഇക്വേഷൻ പറ. ഹീറ്റ് ഇക്വേഷൻ ബേസിക് MCV delta T. -T1. ഇനി ഞാനിവിടെ ഏത് കൊടുക്കും? CP കൊടുക്കുവോ CV കൊടുക്കുവോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. CV കൊടുക്കും. കാരണം ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. സോ MCV delta T. ഓക്കെ അല്ലേ? ഇനി അടുത്തത് വർക്കിന്റെ ഇക്വേഷൻ. വർക്കിന്റെ ബേസിക് ഇക്വേഷൻ ഇന്റഗ്രൽ PdV. ചേഞ്ച് ഇൻ വോളിയം ഉണ്ടോ? ഐസോകോറിക് പ്രോസസ് പറയുമ്പോൾ വോളിയത്തിന് ചേഞ്ച് ഉണ്ടോ? ഇല്ല, വോളിയം ചേഞ്ച് ഇല്ല, വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ dV എന്തായി പോയി? 0 ആയിപ്പോയി. സോ വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ് എന്താണ്? 0. ഒരുപാട് തവണ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്. ആൻസർ എന്താണ്? 0 ആണ്. കാരണം വോളിയത്തിന് ചേഞ്ച് ഇല്ല. വർക്കിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ PdV ആണ് ബേസിക് ഇക്വേഷൻ. അപ്പൊ വോളിയത്തിന് ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വോളിയം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് വർക്ക് എന്താണ്? 0. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ കിട്ടി. വർക്കിന്റെ ഇക്വേഷൻ ഇല്ല, 0. നമുക്ക് ഓൾറെഡി അങ്ങ് പഠിച്ചു വെച്ചേക്കാം. ഐസോകോറിക് പ്രോസസ് 0. അടുത്ത എനിക്ക് അറിയേണ്ടത് ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ. ഡെൽറ്റ യു MCV delta T. ഞാൻ നേരത്തെ പറഞ്ഞ ആലോചിച്ചാൽ ഏത് പ്രോസസ് എടുത്താലും നമ്മൾ എന്താ എഴുതുന്നത്? MCV × T2 - T1. ഇതങ്ങ് എടുത്താൽ മതി. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളെ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഈക്വൽ ടു Q - W അല്ലേ? നോക്ക്, ഐസോകോറിക്കിൽ വർക്ക് 0 ആയി പോയി. അപ്പോൾ ഡെൽറ്റ യുവും Q എന്തായിട്ട് വരണം? ഐസോകോറിക് പ്രോസസ്സിൽ സെയിം ആയിട്ട് വരണം. വന്നു. അപ്പൊ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഡെൽറ്റ യു നമ്മളെ ക്യൂന്റെയും വർക്കിന്റെ ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും MCV delta T ഏത് പ്രോസസ്സിന് കൊടുത്താലും കിട്ടും. ഓക്കെ, അപ്പൊ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ ഇത് തന്നെ. ഡെൽറ്റ എച്ചിന്റെ ഇക്വേഷൻ ഇത് തന്നെ. നേരത്തെ പറഞ്ഞ പോലെ MCP × T2 - T1. അതിന് മാറ്റം. ഐസോകോറിക് പ്രോസസ്സിലെ 4 ഇക്വേഷൻസ് ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ. അപ്പൊ അടുത്ത പ്രോസസ്സിലൂടെ ഐസോതെർമൽ. നമുക്ക് എല്ലാവർക്കും അറിയാം ഐസോതെർമൽ പ്രോസസ് പറയുമ്പോൾ എന്താ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്. ഓക്കെ, അപ്പൊ ഇവിടെ വേരി ചെയ്യുന്ന പാരാമീറ്റർ ഏതൊക്കെയാണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി. വേരി ചെയ്യുന്ന പാരാമീറ്ററുകൾ ഏതൊക്കെയാ? പ്രഷറും വോളിയം. ഇതിന്റെ വേരിയേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ പ്രൊപ്പോർഷണൽ ടു 1/V ആണ്. അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു, വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? PV ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കോൺസ്റ്റന്റ് എന്ന് നമുക്ക് എഴുതാം. പ്രോസസ്സിൽ ഒന്ന് അപ്ലൈ ചെയ്യുക. 1 to 2 പ്രോസസ് എങ്ങനെ എഴുതാം? P1 V1 is equal to P2 V2. P1 V1 is equal to P2 V2. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് PV ഡയഗ്രത്തിൽ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ഹൈപ്പർബോളിക് ഷേപ്പ് ആണ് നമുക്ക് വരുന്നത്. ഇതേപോലെ ഒരു ഹൈപ്പർബോളിക് ഷേപ്പ് ആണ് നമുക്ക് വരുന്നത്. 1 to 2 പ്രഷർ കൂടുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വോളിയം കൂടുന്നു, പ്രഷർ കുറയും. ഓക്കെ, ഈ ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഇത് ഏത് ലോ ആണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം. ഇത് ഏത് ലോ ആണ്? ബോയിൽസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബോയിൽസ് ലോ. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് ഗവേൺ ചെയ്യുന്ന ലോ ഏതാണ്? ബോയിൽസ് ലോ ആണ്. അത് നമുക്കറിയാം. ഇനി നമുക്ക് പ്രോസസ്സിലോട്ട് വരാം. ഹീറ്റിന്റെ ഇക്വേഷൻ നമുക്ക് ഇന്റഗ്രൽ PdV ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ പ്രഷറിന് ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചറിലൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുക്കും. അവസാനം നമുക്ക് ഹീറ്റിന് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഇതാണ്: P1 V1 ln V2/V1. ഇതാണ്
ഐസോതെർമൽ പ്രോസസ്സിലെ ഹീറ്റിന്റെ ഇക്വേഷൻ സാറേ വർക്കിന്റെ ഇക്വേഷൻ അല്ലേ PdV? കേട്ടില്ല? വർക്കിന്റെ ഇക്വേഷൻ അല്ലേ PdV? വർക്കിന്റെ ഇക്വേഷൻ ആണ് PdV. ഹീറ്റിന്റെ പേരല്ലേ? ഐസോതെർമൽ പ്രോസസ്സിലെ വർക്കും ഹീറ്റും സെയിം ആയിട്ട് തന്നെ വരും. ഓക്കെ, അപ്പൊ ഹീറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P1 V1 ln V2/1. ഈ ഇക്വേഷൻ ബൈഹാർട്ട് ഓർത്തിരിക്കുക. പക്ഷെ ഒരു PSC എക്സാമിന് നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷെ അവർ ഈ ഓപ്ഷൻ ഒന്നും അതിനകത്ത് കാണത്തില്ല. ഇതിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ എഴുതാം എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം. ഈ ഫോമിന് ഏതൊക്കെ രീതിയിൽ എഴുതാട് നിങ്ങൾ നോക്കിയിട്ട് പറ. ഏതൊക്കെ രീതിയിൽ എഴുതാം? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും? MR1 T1. നോക്കടാ, P1 V1 എനിക്ക് PV = MRT വെച്ച് എനിക്ക് MRT1 എന്ന് എഴുതാലോ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? MRT1 ln V2/V1. ഇതും കറക്റ്റ് ആണ്. ഇതും ഹീറ്റിന്റെ ഇക്വേഷൻ കറക്റ്റ് ആണ്. ഇനി വേറെ ഏത് രീതി P1 V1 ln P1/P2 എഴുതി കൂടെ? P2 V2 ln V2/V1 എന്ന് എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? എഴുതാൻ പറ്റും. എഴുതാം. ബിക്കോസ് ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്കറിയാം P1 V1 = P2 V2. അപ്പൊ ഇങ്ങനെയും എഴുതാം. ഇനി പിന്നെ P1 V1 ln P1/P2 എന്ന് എഴുതാവോ? എഴുതാമോ? പറ്റും. റീസൺ നമുക്കറിയാം ഐസോതെർമൽ. നമുക്ക് V2/V1 ഒന്ന് എഴുതി നോക്കിവിടുന്നു. V2/V1 = എന്തെന്ന് വരും? P1/P2 എന്നാ വരുന്നത് അല്ലേ? അപ്പോൾ V2/V1 പകരം എനിക്ക് എന്ത് കൊടുക്കാം? P1/P2 കൊടുക്കാം. പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനെ പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഈ ആദ്യം പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. പക്ഷെ അതിനെ എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം ഓപ്ഷൻ ഇതേ രീതിയിലൊക്കെ കാണും. നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന ഇക്വേഷൻ ചിലപ്പോൾ കാണത്തില്ല. ഈ അതർ ഫോംസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി എങ്ങനെയൊക്കെ എഴുതാം. നമ്മൾ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഹീറ്റിന്റെ ഇക്വേഷൻ എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഓക്കെ, വർക്കിന്റെ ഇക്വേഷൻ എന്ത് വരും? വർക്ക് ഞാൻ ആദ്യം PdV എന്നുള്ളത് വർക്കിന്റെ ഇക്വേഷൻ ആണ്. അത് വെച്ചാണ് ചെയ്യുന്നത്. വർക്കിന്റെ ഇക്വേഷൻ എന്ത് തന്നെ വരും? ഓർത്തിരിക്കുക, ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റിന്റെയും വർക്കിന്റെയും ഇക്വേഷൻ സെയിം ആണ്. വർക്കും എന്ത് തന്നെ? P1 V1 ln V2/1. നമുക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പം. ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി, രണ്ടിനും കിട്ടും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ΔU = Q - W എന്നല്ലേ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ആണോ? ആണ്. ΔUന്റെ ഇക്വേഷൻ ഏത് പ്രോസസ്സിൽ എന്താണെന്ന് നമ്മൾ പഠിച്ചത്? ΔU ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? MCV ΔT. MCV × T2 - T1. അങ്ങനെയല്ലേ പഠിച്ച? ഐസോതെർമൽ ആണ്, ടെമ്പറേച്ചറിന് ചേഞ്ച് ഇല്ല. സോ ΔU എന്തായിരിക്കും? 0. കാരണം T1 T2 സെയിം ആ. അപ്പൊ 0 = Q - W എന്ന് വരും. സോ Q = എന്ത് വരും? W. അതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും എന്താണ്? സെയിം ആണ്. ഒരേ ഇക്വേഷൻ P1 V1 ln V2/V1. ഇതിനെ പല ഫോമിൽ എഴുതി ഓർത്തിരിക്കുക. അത് തന്നെയാണ് ഹീറ്റിന്റെയും വർക്കിന്റെയും ഇക്വേഷൻ. ഐസോതെർമൽ പ്രോസസ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഓക്കെ, അപ്പൊ ഇവിടെയും എന്താൽപ്പി എന്തായിരിക്കും? ΔH എന്തായിരിക്കും? ΔH MCP ΔT തന്നെ വരും. അപ്പൊ അത് നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ വേണമെങ്കിൽ 0 എന്ന് പറയാം. കാരണം ടെമ്പറേച്ചർ സെയിം ആണ് എന്നുള്ള രീതിയിൽ. കാരണം ഫോർ ഐഡിയൽ ഗ്യാസ് എൻതാൽപ്പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഉള്ളി എന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പം അവിടെ നമുക്ക് അതും എന്തായി പോകും? 0. അപ്പൊ ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റിന്റെ വർക്കിന്റെ ഇക്വേഷൻ സെയിം ആണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഐസോതെർമലിൽ നിന്ന് ഓർത്തിരിക്കും. അടുത്തത് ഏതാണ്? അടുത്ത പ്രോസസ് ഏതാണ്? അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡയബാറ്റിക്കിൽ ഏതെങ്കിലും കോൺസ്റ്റന്റ് ആണോ? നമ്മളിപ്പോ 3 കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് പഠിച്ചു. നമ്മളെ 3 പാരാമീറ്റർ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ആയിരുന്നു. നമ്മൾ പ്രഷർ കോൺസ്റ്റന്റ് ആയതിനെ ഐസോബാറിക് എന്ന് വിളിച്ചു, വോളിയം കോൺസ്റ്റന്റ് ആയതിനെ ഐസോകോറിക് എന്ന് വിളിച്ചു, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതിനെ ഐസോതെർമൽ എന്ന് വിളിച്ചു. ഇനിയിപ്പോ നമുക്ക് കോൺസ്റ്റന്റ് ആക്കാനൊന്നുമില്ല. അപ്പൊ അഡയബാറ്റിക് പ്രോസസ് എന്താ? CP/CV ഗാമ നമുക്ക് 1.4 ആയിട്ട് എടുക്കാം. ഡയറ്റോമിക് ഗ്യാസിന്റെ അതൊക്കെ നമുക്ക് വരാം. എന്നാലും ബേസിക്കലി അഡയബാറ്റിക് എന്ന് പറയുന്നത് ആദ്യം വരേണ്ടത് ട്രാൻസ്ഫർ 0. ഹീറ്റ് ട്രാൻസ്ഫർ 0. ഹീറ്റ് ട്രാൻസ്ഫർ 0. അതാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരേണ്ടത്. ഹീറ്റ് ട്രാൻസ്ഫർ 0 ആയിട്ടുള്ള പ്രോസസ്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത പ്രോസസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇവിടെ 3 പാരാമീറ്റർ ഉണ്ട്: പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ.
അപ്പൊ ഇതിനകത്തൊന്നും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നമ്മൾ വെക്കുന്നില്ല. അപ്പൊ ഇത് മൂന്നും തമ്മിൽ വേരിയേഷൻസ് വരാം. ആ ഇക്വേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ PV റേസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ TV റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ T/P റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ 3 ഇക്വേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. കാരണം നമ്മൾ ഇനി അങ്ങോട്ട് തെർമൽ എഞ്ചിനീയറിംഗിന്റെ പല ആപ്ലിക്കേഷനിലും നമ്മൾ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യും. അപ്പൊ ഇതും മൂന്നും ഏതിന്റെ ഇക്വേഷൻസ് ആണ്? അഡയബാറ്റിക് പ്രോസസിന്റെ ഇക്വേഷൻ ആണ്. വേർ ഗാമയ്ക്ക് പറയുന്ന പേരാണ് അഡയബാറ്റിക് ഇൻഡെക്സ്. അതിന്റെ വാല്യൂ 1.4. ക്ലിയർ ആയോ? അപ്പൊ ഈ 3 ഇക്വേഷൻസ് എന്തിന്റെ ഇക്വേഷൻ ആണ്? അഡയബാറ്റിക്. കാരണം നേരത്തെ പഠിച്ച 3 പ്രോസസ്സിൽ ഒരു പാരാമീറ്റർ കോൺസ്റ്റന്റ് ആയിരുന്നു, പിന്നെ വേരി ചെയ്യാനുള്ള പാരാമീറ്ററുകൾ 2 എണ്ണമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ റിലേറ്റ് ചെയ്ത് ഓരോ ഇക്വേഷൻസ് പഠിച്ചത്. പക്ഷെ അഡയബാറ്റിക് പ്രോസസ്സിലോട്ട് വരുമ്പോൾ ഇവിടെ 3 പാരാമീറ്ററും വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷൻസ് പഠിക്കണം. അപ്പൊ അവിടെ 3 ഇക്വേഷൻസ് നമുക്ക് വരും. PV റേസ് ടു ഗാമ കോൺസ്റ്റന്റ്, TV റേസ് ടു ഗാമ മൈനസ് 1 കോൺസ്റ്റന്റ്, T/P റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സിൽ ഒന്ന് അപ്ലൈ ചെയ്യേ. PV റേസ് ടു ഗാമ അപ്ലൈ എങ്ങനെ എഴുതാം? P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ. അപ്പൊ ഇതിനകത്ത് എനിക്ക് P2/P1 എങ്ങനെ എഴുതാം? P2/P1 is equal to എന്തെന്ന് എഴുതും? V1/V2 the whole raised to gamma. ഇങ്ങനെ എഴുതിക്കൂടെ? ഞാൻ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതി കാണിച്ചത് ക്വസ്റ്റ്യൻ PSCക്ക് ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെന്റ്സ് ആൻ അഡയബാറ്റിക് പ്രോസസ്? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നിട്ട് അവർ ഈ ഇക്വേഷൻസ് ആയിരിക്കില്ല തരുന്നത്, അവർ ഒരു പ്രോസസ്സിന് അപ്ലൈ ചെയ്ത ഇക്വേഷൻസ് തരും. ഇവിടെ ഓപ്ഷൻ A ഇത് തരും, ഓപ്ഷൻ B തരും P2/P1 is equal to V2/V1 the whole raised to gamma minus 1 ഇങ്ങനെ തരും. ഓപ്ഷൻ C P2/P1 is equal to V1/V2 the whole raised to gamma minus 1 ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏത് റിലേഷൻ ആണോ തന്നിരിക്കുന്നത് അത് വെച്ച് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് അതിനകത്ത് നിന്ന് കറക്റ്റ് ഫോം സെലക്ട് ചെയ്യും. അതുകൊണ്ട് ഇത് ഇങ്ങനെ എഴുതി നോക്കണം. നമ്മൾ ഈ 3 ഇക്വേഷൻ പഠിച്ചതിന് ശേഷം 1 to 2 പ്രോസസ്സിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അല്ലാതെ ഓപ്ഷൻ PV റേസ് ടു ഗാമ അങ്ങനെ തരില്ല. അവര് പ്രോസസ്സിൽ അപ്ലൈ ചെയ്തുള്ള ഫോമാറ്റിലായിരിക്കും ഓപ്ഷൻ തരുന്നത്. നമ്മൾ അതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതിനെ റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ TV റേസ് ടു ഗാമ മൈനസ് 1 ഒന്ന് അപ്ലൈ ചെയ്യേ. TV റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ് ഒന്ന് അപ്ലൈ ചെയ്യേ. എങ്ങനെ എഴുതാം? T1 V1 റേസ് ടു ഗാമ മൈനസ് 1 ഈക്വൽ ടു T2 V2 റേസ് ടു ഗാമ മൈനസ് 1. എങ്ങനെ എഴുതാം? T2/T1 എങ്ങനെ എഴുതാം? T2/T1 is equal to V1/V2 the whole raised to gamma minus 1. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ V1/V2 is equal to എങ്ങനെ എഴുതാം? നമുക്കറിയാവുന്ന T2/T1 the whole raised to 1 by gamma minus 1. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓപ്ഷൻസ് എങ്ങനെ വേണമെങ്കിലും അവർ മാറിയും തിരിഞ്ഞൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളത് എഴുതാൻ ഒന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ ഒന്ന് എഴുതാം. T/P raised to gamma minus 1 by gamma constant. ഇതിനെ എങ്ങനെ എഴുതാം? T1/P1 raised to gamma minus 1 by gamma equal to T2/P2 raised to gamma minus 1 by gamma. ഇവിടുന്ന് T1/T2 എങ്ങനെ വരും പറ? T1/T2 is equal to P1/P2 the whole raised to gamma minus 1 by gamma. ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ എഴുതുന്ന രീതി എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഓക്കെയാണ് സർ. 1 to 2 എഴുതാൻ ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. ഓക്കെ. അപ്പൊ അത് ആ രീതിയിൽ നമ്മൾ പഠിക്കണം കേട്ടോ. കാരണം ഓപ്ഷൻ അങ്ങനെ തന്നെ അവർ ചോദിക്കത്തുള്ളൂ. അല്ലാതെ TV റേസ് ടു ഗാമ എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടില്ല. അവർ 1 to 2 അപ്ലൈ ചെയ്ത് അതിനകത്ത് ഏത് ഫോമാണ് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ 3 ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം, ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി അവിടുന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഓരോ ഇക്വേഷൻസ് നോക്കാം. ഹീറ്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അഡയബാറ്റിക് പ്രോസസ്സിലെ ഹീറ്റിന്റെ ഇക്വേഷൻ ഹീറ്റ് ഉണ്ടോ? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ ഹീറ്റ് ഇക്വേഷൻ 0 എന്നുള്ള ഓർത്തിരുന്നാൽ മതി. വർക്കിന്റെ ഇക്വേഷൻ എന്ത് വരും? വർക്ക് ഓർത്തിരിക്കുക, P1V1 മൈനസ് P2V2 ബൈ ഗാമ മൈനസ് 1. ഇതാണ് വർക്കിന്റെ ഇക്വേഷൻ ഫോർ ആൻ അഡയബാറ്റിക് പ്രോസസ്. P1V1 മൈനസ് P2V2 ബൈ ഗാമ മൈനസ് 1. ഇതിന്റെ മറ്റൊരു ഫോം പറയാമോ? ഇതിന്റെ മറ്റൊരു ഫോം
മറ്റൊരു ഫോം ചോദിച്ചാൽ അന്നേരം MR ഐഡന്റിറ്റി into P1 minus MR P2 P1 by gamma minus 1. എങ്ങനെ എഴുതാം? MR into T1 minus T2 by gamma minus 1. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പം വർക്കിന്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇപ്പൊ ഹീറ്റിന്റെ വർക്കിന്റെ ആയി ഡെൽറ്റ യു ഡെൽറ്റ എച്ച് പഴയ പോലെ തന്നെ എം സി വി ഇൻറ്റു ടി ടു മൈനസ് ടി വണ്ണും ഡെൽറ്റ എച്ച് എം സി പി ഇൻറ്റു ടി ടു മൈനസ് ടി വൺ, അതിന് ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പൊ അഡയാബാറ്റിക് പ്രോസസ്സിന് ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അടുത്ത ലാസ്റ്റ് പ്രോസസ് പോളിട്രോപിക് പ്രോസസ്. എന്താ ഈ പോളിട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ? ഒരു ജനറൽ പ്രോസസ് ആണ്. നമ്മൾ ഈ പോളിട്രോപിക് പ്രോസസ്സിൽ നിന്നാണ് ബാക്കി എല്ലാ പ്രോസസ്സുകളും നമ്മൾ പറയുന്നത്. അതായത് പോളിട്രോപിക് പ്രോസസ്സിനെയാണ് നമ്മൾ പി വി റേസ്ഡ് എൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ എന്നിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചാണ് നമുക്ക് ഓരോ പ്രോസസ്സുകൾ കിട്ടുന്നത്. അപ്പൊ പോളിട്രോപിക് പ്രോസസ്സിലെ 3 ഇക്വേഷൻസുകൾ ഏതൊക്കെയായിരിക്കും? നമ്മൾ അഡയാബാറ്റിക് പറഞ്ഞതുപോലെ തന്നെ ഗാമയെ എൻ വെച്ചങ്ങ് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻസ് എന്നങ്ങനെ വരും? പി വി റേസ്ഡ് എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്, ടി വി റേസ്ഡ് എൻ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റന്റ്, ടി ബൈ പി റേസ്ഡ് എൻ മൈനസ് 1 ബൈ എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് മൂന്നും ആയിരിക്കും എന്ത്? പോളിട്രോപിക് പ്രോസസ്സിലെ 3 ഇക്വേഷൻ. ഇതും ഞാൻ നേരത്തെ അഡയാബാറ്റിക് പ്രോസസ്സ് പറഞ്ഞ പോലെ സ്റ്റേറ്റ് 1 to 2 അപ്ലൈ ചെയ്ത് നോക്കണം. അങ്ങനത്തെ ഇക്വേഷൻസ് ആയിട്ട് ചോദിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഗീവ്സ് പോളിട്രോപിക് പ്രോസസ്, റെപ്രസെന്റ് പോളിട്രോപിക് പ്രോസസ്. ഇതിനകത്ത് ഏത് ഇക്വേഷൻ വേണമെങ്കിലും 1 to 2 അപ്ലൈ ചെയ്ത് ചോദിക്കാം. ഓക്കെ, അതും നമ്മൾ അതേ രീതിയിൽ പഠിച്ചു വെച്ചേക്കണം. ഇനി ഇവിടുത്തെ വർക്കിന്റെ ഇക്വേഷൻ എന്താ? ഇവിടുത്തെ വർക്കിന്റെ ഇക്വേഷൻ നേരത്തെ പഠിച്ച അതേ വർക്കിന്റെ ഇക്വേഷൻ തന്നെ. ഇവിടെ നമുക്ക് P2 V2 മൈനസ് P1 V1 ബൈ N മൈനസ് 1 എന്ന് പറയാം. അത് കംപ്രഷനും എക്സ്പാൻഷനും ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സൈൻ ക്വസ്റ്റൻ, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ ആ രീതിയിൽ തന്നെ പഠിക്കാം. P1 V1 മൈനസ് P2 V2 ബൈ N മൈനസ് 1. ഇതേ രീതിയിലാണ് എന്തിന്റെ വരുന്നത്? വർക്കിന്റെ ഇക്വേഷൻ വരുന്നത്. ഹീറ്റിന്റെ ഇക്വേഷനോ? ഹീറ്റ് ഓർത്തിരിക്കുക, ഗാമ മൈനസ് എൻ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു വർക്ക് ഡൺ. അങ്ങനെ പഠിച്ചാൽ മതി, ഇൻറ്റു വർക്ക് ഡൺ. ഇതാണ് പോളിട്രോപിക് പ്രോസസ്സിലെ ഹീറ്റിന്റെ ഇക്വേഷൻ. വർക്ക് ഡൺ ഉദ്ദേശിക്കുന്നതാണ് ഈ ഇക്വേഷൻ, നമ്മൾ നേരത്തെ മേളിൽ പഠിച്ച ഈ ഇക്വേഷൻ തന്നെ. വർക്ക് ഡൺ ഇൻ പോളിട്രോപിക് P1 V1 മൈനസ് P2 V2 മൈനസ് P1 V1 ബൈ N മൈനസ് 1. ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ വരുന്നത്. ഗാമ മൈനസ് എൻ ബൈ ഗാമ മൈനസ് 1 അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക. ഗാമ എന്ന് പറയുന്നത് ഏതാ? അഡയാബാറ്റിക് ഇൻഡെക്സ് ആയ നമ്മുടെ 1.4. എൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ പോളിട്രോപിക് ഇൻഡെക്സ്. ഇതിനെയാണ് എൻ, പോളിട്രോപിക്. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1നും 1.4നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അപ്പൊ പി വി റൈസ് ടു 1.3 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് പ്രോസസ് ആണ്? പോളിട്രോപിക് പ്രോസസ്. പി വി റൈസ് ടു 1.1 ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും പോളിട്രോപിക് പ്രോസസ്. പി വി റൈസ് ടു 1.4 എന്ന് പറയുമ്പോഴാണ് എൻ എന്തായി മാറി? ഗാമയായി മാറി. അപ്പോഴാണ് ഇത് എന്തായി മാറുന്നത്? അഡയാബാറ്റിക് പ്രോസസ് ആയി മാറുന്നത്. ക്ലിയർ? അപ്പൊ എന്നിന്റെ വാല്യൂ 1നും 1.4നും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഏത് വാല്യൂ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? എന്നിനെ പ്ലേസ് ചെയ്യാം. അപ്പൊ അഡയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് 0 ആണെങ്കിലും പോളിട്രോപിക്കിൽ ഹീറ്റ് 0 ആവുന്നില്ല. ഹീറ്റിന് ഇക്വേഷൻ ഉണ്ട്, ഗാമ മൈനസ് എൻ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു വർക്ക് ഡൺ ഈക്വൽ. ഏത് വാല്യൂ ആയിക്കൂടെ? 0 മുതൽ ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ വരെ ആയിക്കൂടെ നമുക്ക്? എല്ലായാലും കുഴപ്പമില്ല. 1.5 1.6 ഏത് വന്നാലും നമ്മൾ പോളിട്രോപിക് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രശ്നമില്ല. സർ, ഒരു ഡൗട്ട്. സർ, ഈ അഡയാബാറ്റിക് ഇൻഡെക്സ് ഗാമ ഈക്വൽ ടു 1.4 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ ആണോ അതോ CP ബൈ എയറിന്റെ കേസിലെ സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല? ബാക്കിയുള്ളൊരു വേരിയും ബാക്കിയുള്ള ഗ്യാസ് CP ബൈ CV എന്ന് പറയുന്നതാണ് ഗാമ എന്ന് പറയുന്ന വാല്യൂ. അപ്പം ബാക്കിയുള്ള ഗ്യാസസിന്റെ CPയും CVയും മാറും, അതിനനുസരിച്ച് ഗാമയുടെ വാല്യൂ മാറും. അപ്പൊ അതേപോലെ തന്നെ പോളിട്രോപിക്സിൽ അതേപോലെ പോളിട്രോപിക് പ്രോസസ്സിലും ഹീറ്റിന്റെ വാല്യൂ മാറുമല്ലോ അല്ലെ? കാരണം ഗാമ എന്നിന്റെ വാല്യൂ പോളിട്രോപിക്കിൽ എന്തായാലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ഫിക്സഡ് വാല്യൂ അല്ല. ഇവിടെ ഗാമ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 1.4 ഇടാൻ പറ്റില്ലല്ലോ. നമ്മൾ എയർ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് എടുക്കുമ്പോഴാണ് 1.4 കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോ എയർ ആണല്ലോ CP 1.005ഉം CV 0.718 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം വാല്യൂ ഫോർ എയർ ആണ്. ഗ്യാസ് മാറുന്നതിനനുസരിച്ച് CP CV മാറുമല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയാണ് നമ്മുടെ വേരിയസ് തെർമോഡൈനാമിക് പ്രോസസ്സുകളും അതിനെ റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? പറയൂ. സാറേ, ഇവിടെ പി വി റെസ്റ്റ് കോൺസ്റ്റന്റ് എങ്ങനെ എലി വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്?
എന്നിന് എനി വാല്യൂ, അതായത് എന്നിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രോസസ്സർ മാറും. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പി വി റൈസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്, എന്നിന്റെ വാല്യൂ 0 ആകുമ്പോൾ എന്താവും? P is equal to constant. പി വി റൈസ് ടു 0 ഈക്വൽ ടു കോൺസ്റ്റന്റ്, വിച്ച് മീൻസ് പി ഈക്വൽ ടു pressure. ഐസോബാറിക് പ്രോസസ്. Okay. ഓക്കെ, എന്നിന്റെ Okay, വാല്യൂ okay. പി വി റൈസ് ടു 1 ഈക്വൽ ടു കോൺസ്റ്റന്റ്, വിച്ച് മീൻസ് പി വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഏത് പ്രോസസ് ആയി? Isothermal. ഐസോതെർമൽ. അടുത്തത് എന്നിന്റെ വാല്യൂ ഗാമ ആകുമ്പോഴോ? പി വി റൈസ് ടു ഗാമ ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ അതേതാണ്? അഡയാബാറ്റിക്. അതേപോലെ അടുത്ത എന്നിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോഴോ? പി വി റൈസ് ടു ഇൻഫിനിറ്റി ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതെന്ത് വരും? Isochoric. ഐസോകോറിക്. കാരണം പ്രഷർ ഇൻറ്റു വോളിയം റൈസ് ടു ഇൻഫിനിറ്റി. വോളിയം റൈസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇതെന്താ ഭയങ്കര ഹൈ ആ ആസ് കമ്പയർഡ് ടു പ്രഷർ. സോ നമുക്ക് പ്രഷറിനെ എന്ത് ചെയ്യാൻ നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് ജനറലി വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ അത് ഏത് പ്രോസസ്സായി? ഐസോകോറിക് പ്രോസസ്. അപ്പൊ അതിനനുസരിച്ച് എന്നിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഓരോ പ്രോസസ്സുകൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പോളിട്രോപ്പിക് എന്ന് പറയുന്ന ഒരു ജനറൽ പ്രോസസ് ആണ്. അതിൽ നിന്ന് എന്നിന്റെ വാല്യൂ വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പ്രോസസ്സുകൾ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, Okay. സാർ അപ്പൊ എന്നിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 to 1.4 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. 1.4 കൂടുതൽ വന്നാലും നമുക്ക് പോളിട്രോപ്പിക് ആയിട്ട് എടുക്കാം. നമ്മൾ ഈ വാല്യൂസ് ഒഴിച്ച് ബാക്കി എല്ലാം പോളിട്രോപ്പിക് ആയിട്ട് എടുക്കാം. 0, 1, 1.4, ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മൾ വേറൊരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഐസോബാറിക് എന്ന് പറയുന്ന മറ്റൊരു പേരറിയോ? ഐസോബാറിക് പ്രോസസ്സിന് പറയുന്ന മറ്റൊരു പേര് കേട്ടിട്ടുണ്ടോ? ഐസോപീസ്റ്റിക് പ്രോസസ് എന്നും പറയും. ഐസോപീസ്റ്റിക് പ്രോസസ് ഓർത്തിരിക്കുക. ഐസോബാറിക് പ്രോസസ് മറ്റൊരു പേരാണ് ഐസോപീസ്റ്റിക് എന്നും പറയും. ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ. അപ്പം തെർമോഡൈനാമിക്സിൽ നിന്ന് ബേസിക് ആയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ഒരു ജനറൽ ഐഡിയ കിട്ടിയോ? പ്രോസസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സുകൾ ഏതൊക്കെയാണ്, ഹീറ്റ്, വർക്ക്, അതിന്റെ ഇക്വേഷൻസ്, അതൊക്കെ എങ്ങനെയാ വരുന്നത് എന്നുള്ള ഒരു ജനറൽ ഐഡിയ എല്ലാവർക്കും കിട്ടിയോ? ഐസോകോറിക് പ്രോസസ്സില് ആ സർ ഐസോകോറിക് പ്രോസസ്സില് എൻതാൽപി ചേഞ്ച് എം സി പി ഡെൽറ്റ ടി അല്ലേ സർ? അതേ സി പി ഡെൽറ്റ ടി ആണോ? സെയിം സി പി ഡെൽറ്റ ടി തന്നെ. ഡെൽറ്റ എച്ചിന് മാറ്റമില്ല. ഏത് പ്രോസസ് ആയാലും എം സി പി ഡെൽറ്റ ടി. സർ എനിക്ക് ഡൗട്ട് വന്നത് എച്ച് ഇസിക്കൽ യു പ്ലസ് പി വി സാർ പറഞ്ഞില്ലേ? എച്ച് ഇസിക്കൽ യു പ്ലസ് പി വി. സാർ അതില് സാറ് പറഞ്ഞില്ലേ അപ്പൊ അതില് പി വി 0 അല്ലേ? അപ്പൊ എച്ച് ഇസിക്കൽ യു എന്നല്ലേ വരുന്നേ? അല്ലല്ല, പി വി അങ്ങനെയല്ല. പി വി നമ്മുടെ നോർമലി ഡെൽറ്റ എച്ച് എന്ന് പറയുന്ന യു പ്ലസ് പി വി, പി ഇൻറ്റു V2 മൈനസ് V1. ഓക്കെ, അതിന് നമ്മൾ അവിടെ വോളിയം 0 എന്നുള്ളത് എം ആർ ഇൻറ്റു T2 മൈനസ് T1 ഒന്ന് ആക്കി നോക്ക്. മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് ചെയ്ത് നോക്കെ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് എം ആർ ഇൻറ്റു T2 മൈനസ് T1. ഡെൽറ്റ യു എന്താണ്? എം സി വി ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് എം ആർ ഇൻറ്റു T2 മൈനസ് T1. ഇവിടെ നിന്ന് എം ഇൻറ്റു T2 മൈനസ് T1 കോമൺ എടുക്കുക. അപ്പൊ എന്ത് വരും? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ, വർക്ക് ഡൺ 0 എന്നല്ലേ സാർ പറയുന്നേ? വർക്ക് ഡൺ 0 അല്ലേ അത് ഐസോകോറിക്കില്? ഐസോകോറിക്കൽ വർക്ക് ഡൺ 0 ആണ്. അപ്പൊ എം ആർ T2 മൈനസ് T1 0 അല്ലേ? അല്ലല്ല, അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ അങ്ങനെ പോരുത്. അത് കൺഫ്യൂസിംഗ് ആയിട്ട് പോകത്തേ ഉള്ളൂ. അങ്ങനെ പോരുത്. നമ്മളിവിടെ ഡെൽറ്റ എച്ച് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. അവിടെ പി ഇൻറ്റു V2 നമ്മളവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ ചെയ്യുക. ആ ഒരു റിലേഷനിലോട്ട് പോരുത്. വർക്ക് ഡൺ 0 ആണ്. നമ്മൾ ഡെൽറ്റ എച്ചിന് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ആ ഒരു രീതി അപ്ലൈ ചെയ്ത് ഈ ഒരു രീതി തന്നെ നോക്കുക. മനസ്സിലായോ? ഇവിടെ കണ്ടോ, പി ഇൻറ്റു T1 വരെ എം ആർ ഇൻറ്റു T2 മൈനസ് T1 കൊടുത്തപ്പോൾ എം ഇൻറ്റു T2 മൈനസ് T1 കോമൺ എടുത്തു. എം ഇൻറ്റു T2 മൈനസ് T1 കോമൺ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ വന്നത്? സി വി പ്ലസ് ആർ എന്നാ വന്നത് അല്ലെ? സി വി പ്ലസ് ആർ എന്താണ്? സി പി ആണ്. അപ്പൊ ഇക്വേഷൻ എന്തായി? എം സി പി ഇൻറ്റു T2 മൈനസ് T1. ഓക്കെ, ആ രീതി നോക്കുക. അല്ലാതെ വർക്ക് അവിടെ 0 ആണോ ഇവിടെ 0 ആണ്. ഇപ്പൊ ഡെൽറ്റ എച്ച് ഡെൽറ്റ യു സെയിം എന്നുള്ള കൺസെപ്റ്റിലോട്ട് വരും. അത് റോങ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ഓക്കെ. ഇതിനകത്ത് നമ്മളെ ഈ ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം ഒക്കെ അല്ലേ? പിന്നെ അതേപോലെ ക്ലിയർ ആയില്ലോ? നമ്മൾ ഈ പാത്ത് ഫംഗ്ഷൻ, പോയിന്റ് ഫംഗ്ഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലേ? അതേപോലെ ഈ സിസ്റ്റത്തിന്റെ ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ആ അത് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? അത് ഇത് കഴിഞ്ഞിട്ടാണോ വരുന്നത്, ഇതിന് മുന്നേ ആണോ?
ബേസിക് എന്ന് പറയാൻ വേണ്ടി, പ്രോസസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ഉദ്ദേശിച്ചത്. സെഷൻ വരുന്ന സമയത്ത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കും. ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, പോയിന്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ ഒക്കെ അതിനകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ ഇപ്പം RIC എന്നുള്ള സബ്ജക്റ്റിലോട് പോകുന്നതിന് മുന്നേ പ്രോസസ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. പാത്ത് ഫംഗ്ഷൻ പോലും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നോർമലി എല്ലാവരുടെ സെഷനിൽ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്റൻസീവ് പ്രോപ്പർട്ടി? പെട്ടെന്നാവട്ടെ. ടെമ്പറേച്ചർ ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ് പഠിച്ച കൺസെപ്റ്റ്. സ്പെസിഫിക് വന്നു, അന്നേരം തന്നെ നമുക്ക് പറയാം സ്പെസിഫിക് വോളിയം ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണ്. സോ ബോത്ത് A and C is the correct answer. വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി പറയാം. ചാറ്റ് ബോക്സിൽ ഫൈസൽ ഡി. A ആണോ B ആണോ? Aയോ Bയോ? ഏതാണ്? ബി ആണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി അല്ല, ബി ആണ്. ക്വസ്റ്റ്യൻ വന്ന രീതി കണ്ടോ? നമ്മൾ പ്രോപ്പർട്ടി എക്സാമ്പിൾ ഒക്കെ പഠിച്ചിട്ട് പോകും, പക്ഷെ ക്വസ്റ്റ്യൻ വന്ന രീതി നോക്കുക. ഈക്വൽ ആണോ? ആണോ? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് പഠിച്ചത്? ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്നാ പഠിച്ചത്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഇല്ല. സിസ്റ്റം എടുത്തു, ഇതിനെ പകുതിയായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ ടെമ്പറേച്ചർ T1, ഇതിന്റെ T2 ആണെങ്കിൽ ഈ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ T1 + T2 ആണോ? T1 + T2 ആണോ? അല്ല. അതെന്താ? കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പൊ ഈസ് നോട്ട് ഈക്വൽ ടു അല്ലേ? സം ഓഫ് ദർ ഇൻഡിവിജ്വൽ പാർട്ട് അല്ല. ഈസ് ഈക്വൽ ടു വരുന്നത് എപ്പോഴാ? ഏത് പ്രോപ്പർട്ടിക്കാ ഈക്വൽ ടു ആവുന്നത്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ ക്വസ്റ്റ്യൻ ഈ രീതിയിലും വരാം. നമ്മൾ ആ പഠിക്കുമ്പോൾ അതൊരു കൺസെപ്റ്റൽ ബേസ് ആണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ പറ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. N കോൺസ്റ്റന്റ്, N-ന്റെ വാല്യൂ 0 ആകുമ്പോൾ PV⁻0 കോൺസ്റ്റന്റ്, P = കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ്, ഐസോബാറിക് പ്രോസസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ PSCക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് N-ന്റെ വാല്യൂ 1, ഇൻഫിനിറ്റി, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ PSC ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ നോർമലി ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻസർ A. നമുക്ക് കൺഫ്യൂഷൻ വരും. കറക്റ്റ് ആയിട്ട് നോക്കുക. C is the correct answer. എന്തുകൊണ്ട് A ചൂസ് ചെയ്തില്ല? അതേ പാത്തിലൂടെ പോണം, സറൗണ്ടിങ്ങിൽ ചേഞ്ച് ഒന്നും വരരുത്. അങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് വന്നാലേ നമുക്ക് റിവേഴ്സിബിൾ എന്ന് പറയാൻ പറ്റൂ. തിരിച്ച് ഇനിഷ്യൽ സ്റ്റേറ്റിൽ എത്തിയാൽ അത് ജസ്റ്റ് ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? വിച്ച് ടേക്സ് പ്ലേസ് ഇൻ സർട്ടൺ ഓർഡർ. കുറെ പ്രോസസ്സുകൾ നടന്നു, അത് തിരിച്ച് പഴയ സ്റ്റേറ്റിലെത്തി. അപ്പൊ നമുക്ക് എന്താ? തെർമോഡൈനാമിക് സൈക്കിൾ തന്നെയാണ്. റിവേഴ്സിബിൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ പാത്തൊക്കെ സെയിം ആണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ കൺഫ്യൂഷൻ വരരുത്, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പൊ തെർമോഡൈനാമിക് സൈക്കിൾ ഓപ്ഷൻ C is the correct answer. അടുത്ത ക്വസ്റ്റ്യൻ. Pressure will increase. C. Both temperature and pressure. ഗ്യാസ് സീറ്റഡ് കോൺസ്റ്റന്റ് വോളിയം. നമ്മൾ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ കൂടും എന്നുള്ളത്, അല്ലെങ്കിൽ പ്രഷർ. അപ്പൊ രണ്ടും കൂടും. കാരണം കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് ലോ? പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലെ? ഗേ-ലുസാക്ക് ലോ. അപ്പൊ പ്രഷറും കൂടും ടെമ്പറേച്ചറും കൂടും അല്ലെ? അപ്പൊ ബോത്ത് ടെമ്പറേച്ചർ. വെൻ ഗ്യാസ് ഈസ് കൂൾഡ് എന്നായിരുന്നെങ്കിലോ? Neither temperature nor pressure. neither. അപ്പൊ നോർമൽ ആയിട്ട് നമുക്ക് ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ ഡിക്രീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ചൂസ് ചെയ്യാം. ടെമ്പറേച്ചറും പ്രഷറും കുറയുന്നു എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഇതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. സോ ഓപ്ഷൻ D എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനകത്ത് ഒബ്വിയസ്ലി ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വിൽ ഡിക്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നോക്കുക, ആൻസറിലോട്ട് വരിക, തെറ്റിക്കരുത്. ബി മാത്രം. P1 V1 P2 V2 LN V1 by V2. ഏതാ? ബി മാത്രം. ഓൾ ഓപ്ഷൻ B ബിയോ? അല്ലല്ല A ഓപ്ഷൻ ഏതെങ്കിലും ഒരെണ്ണം ഫിക്സ് ചെയ്യും. ഓപ്ഷൻ A. Both A and C. ഓ ബോത്ത് ആൻസി. ഇപ്പൊ എല്ലാ ഓപ്ഷനും വന്നു. ബോത്ത് ANC. എല്ലാരും ബോത്ത് ആൻസി പറയുന്നു. ബി മാത്രം. അപ്പം ബി ഓപ്ഷൻ വന്നു. ഓക്കെ, പിന്നെ അടുത്തത് A മാത്രം. എ മാത്രം വന്നു. ഓക്കെ, സി ആരും പറയുന്നില്ല. സി മാത്രം. സി മാത്രം. ഓക്കെ ഓക്കെ, സി മാത്രം. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണമല്ലോ നമുക്ക്. പ്രോസസ് ഏതാ? ഐസോതെർമൽ. ഐസോതെർമൽ പ്രോസസ്. ഓക്കെ ഓക്കെ. ഐസോതെർമൽ പഠിച്ചപ്പോൾ നമ്മൾ ഹീറ്റിനും വർക്കിനും ഒരേ ഇക്വേഷൻ ആണെന്ന് പഠിച്ചു. ഏതായിരുന്നു ആ ഇക്വേഷൻ? P1 V1 P1 V1 ln V2 by V1. ഇതല്ലേ പഠിച്ച ഇക്വേഷൻ ആണോ? ഈ ഇക്വേഷൻ ഈ ഓപ്ഷനകത്തുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ മാറ്റാം? V2 by P1 by P2 LN P1 by P1 V1 V2. അപ്പോ V2 by V1 എന്ത് വരും? P1 by P2. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ വന്നു? ln P1 by P2 എന്ന് വന്നു. ഓക്കെ, ഈ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ എ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു എ ആൻഡ് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നു. അപ്പൊ നമ്മൾ ഏത് ചെക്ക് ചെയ്ത് നോക്കണം? ഏത് ചെക്ക് ചെയ്ത് നോക്കണം? സി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. PV = MRT എന്ന് നോക്കണം. ആ, P1 V1 ആണ്. P1 V1 വരെ നമുക്ക് എന്ത് കൊടുക്കാം? MRT1 എന്ന് കൊടുത്തൂടെ? അപ്പൊ ഇക്വേഷൻ എന്ത് വരും? MRT1 ln V2 by V1 എന്നാണ് വരുന്നത്. ആണോ? ആണോ? ഓപ്ഷനിൽ എന്താ കിടക്കുന്നത്? RT1. നമ്മൾ പണ്ട് ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് മാസ് തരാത്തപ്പോ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസ് 1 ആട്ടം കേട്ട് എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ അവര് മാസ് എടുത്തില്ല, എന്നാ 1 ആയിട്ട് എടുത്തെന്ന് പറഞ്ഞ ഓപ്ഷൻ സി അങ്ങ് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ മാസ് ഇൻക്ലൂഡ് ചെയ്യണ്ടേ? ചെയ്യണോ? ക്വസ്റ്റ്യനിൽ എം എന്നുണ്ടല്ലോ മാസ്. ആ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ RT1 എന്ന് പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആണോ? അല്ല, എ മാത്രം. അല്ല, തന്നിരിക്കുന്നു. മനസ്സിലായോ? നമ്മൾ ആ ഒരു ട്വിസ്റ്റിനകത്ത് വീഴരുത്. നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. നമുക്കറിയാം P1 വേണ്ട MRT1. അപ്പൊ MRT1 ln V2 by V1 ഓപ്ഷൻ ഉണ്ടെങ്കിൽ we can choose that. പക്ഷെ ഇവിടെ RT1 ആണ്, ഇവിടെ M ഇല്ല. സോ ഓപ്ഷൻ സി ഈസ് റോങ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ഇക്വേഷന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നെഗറ്റീവ് ഒരുപാട് വരും ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആയോടാ? ക്ലിയർ? ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ. ഓക്കെ ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ ബി ആണോ? ഓപ്ഷൻ ബി. എല്ലാവരും കിട്ടുന്നുണ്ടോ? ബിയിലോട്ട് വരാൻ സാധിക്കുന്നുണ്ടോ? എന്താ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്? വർക്കിംഗ് ഇക്വേഷൻ എന്താ? P × പ്രഷർ എത്ര തന്നേക്കുന്ന? 5 MPa എന്നാണ്. സോ ഞാൻ 5 എന്ന് തന്നെ കൊടുത്തു. ഇൻറ്റു V2. 5 വോളിയം 5, ഇനിഷ്യൽ വോളിയം 2. അപ്പൊ 5 - 2. അപ്പൊ എത്ര വന്നു? 15. എന്താ ഒരു മെഗാപാസ്കലിലാണ് പ്രഷർ കൊടുത്തത്. സോ 15 എന്തായിരിക്കും ആൻസർ? മെഗാജൂൾ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ 15 മെഗാജൂളിന് എനിക്ക് എന്ത് എഴുതാം? 15 × 10⁻³ കിലോ ജൂൾ എന്ന് എഴുതാം. സോ ഓപ്ഷൻ 15,000 കിലോ ജൂൾ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈസി അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക. ശ്രദ്ധിച്ച് ആൻസറിലോട്ട് വരിക. എന്തുപറ്റി ആൻസറിലോട്ട് വരാൻ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണോ? എല്ലാവർക്കും സിയിലോട്ട് വരാൻ സാധിക്കുന്നോ? വർക്കിംഗ് ഇക്വേഷൻ എന്താണ്? PdV. പ്രഷർ എന്ത് പ്രോപ്പർട്ടിയാണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി. വോളിയം എന്ത് പ്രോപ്പർട്ടിയാണ്? എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സോ ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ്
and intensive property and change in extensive property. അതായത് ഈ ക്വസ്റ്റ്യൻ അറിയണമെങ്കിൽ വർക്കിന്റെ ഇക്വേഷനും അറിയണം, പ്രോപ്പർട്ടിയുടെ കൺസെപ്റ്റും അറിയണം. രണ്ടും ഒറ്റ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡഡ്. ഓക്കെ, ക്ലിയർ? ഓക്കെ ഓക്കെ, ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യുക. 114 114 അറിയില്ല, ചെയ്ത് നോക്കാം. വേറെ ആൻസറുകളുണ്ടോ? എല്ലാവർക്കും 140? വരത്തുള്ളേ. 54 വരത്തുള്ളൂ. ഓക്കെ, നോക്കാം. ചെയ്ത് നോക്കാം. 54 ആൻസർ വരുന്നുണ്ട്, 114 വരുന്നുണ്ട്. ഓക്കെ, ഇനി ഏതാ ആൻസർ? ഓക്കെ, നമുക്ക് നോക്കാം. എന്താ ചോദിച്ചേക്കുന്നത്? എ മിക്സ്ചർ ഓഫ് ഗ്യാസ് എക്സ്പാൻഡ് ഫ്രം വോളിയം 0.03 to 0.06. അപ്പൊ ഇനിഷ്യൽ വോളിയം 0.03 മീറ്റർ ക്യൂബ്, ഫൈനൽ വോളിയം 0.06 മീറ്റർ ക്യൂബ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഓഫ് 1 മെഗാപാസ്കൽ. അപ്പൊ പ്രഷർ എത്രയാണ്? 1 മെഗാപാസ്കൽ. ആൻഡ് സിസ്റ്റം അബ്സോർബ്സ് 84 കിലോജൂൾ ഓഫ് ഹീറ്റ് ഡ്യൂറിംഗ് ദ പ്രോസസ്. അപ്പൊ ഹീറ്റിന്റെ വാല്യൂ എന്താണ്? 84 കിലോജൂൾ. പക്ഷേ ക്വസ്റ്റ്യന് നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം, മറന്നു പോരുത്. ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ എന്താ? ഹീറ്റിന്റെ സൈൻ കൺവെൻഷൻ സിസ്റ്റം അബ്സോർബ്സ് 84 കിലോജൂൾ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ സിസ്റ്റത്തിന് ഹീറ്റിന് കിട്ടുവാണ്. സോ സൈൻ എന്താണ്? പോസിറ്റീവ്. സോ Q is equal to +84. ചോദിച്ചിരിക്കുന്നത് എന്താ? ചേഞ്ച് ഇൻ എനർജി. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഡെൽറ്റ U is equal to Q minus W. Q minus W എന്ത് വരും? നമുക്ക് Q കണ്ടുപിടിക്കണം, W. Q നമുക്ക് കിട്ടി. വർക്ക് കണ്ടുപിടിക്കണം. വർക്കിന്റെ ഇക്വേഷൻ എന്താ? കോൺസ്റ്റന്റ് പ്രഷർ. എന്താ ഇക്വേഷൻ? P into V2 minus V1. ഇപ്പൊ എത്ര വരും? 1 into V2 minus V1 0.03 അല്ലെ? 1 കിലോ, ഇത് മെഗാപാസ്കലിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഹീറ്റ് കിടക്കുന്നത് കിലോ ജൂളിലാണ്. അപ്പൊ വർക്ക് നമുക്ക് ഏരിയ തന്നെ കണ്ടുപിടിക്കണ്ടേ? കിലോ ജൂളിൽ തന്നെയല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ മെഗാ പാസ്കലിനെ കിലോ പാസ്കൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇൻറ്റു 0.03 എത്ര വരും? 30 കിലോ ജൂൾ. അപ്പൊ നമുക്ക് ഹീറ്റ് എന്ന് പറയുന്നത് 84 കിലോ ജൂളും വർക്ക് എന്ന് പറയുന്നത് 30 കിലോ ജൂൾ. സോ ഡെൽറ്റ യു എന്താണ്? Q minus W. So 84 minus 30 which is equal to 54 kilojoule. Option B is the correct answer. Solution clear ആണോ? യെസ് സർ. Okay. Delta U equal to Q minus W. നമ്മുടെ ബേസിക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ് സിസ്റ്റം എന്ന ഇക്വേഷൻ. അപ്പോൾ Q നമുക്ക് തന്നിട്ടുണ്ട്, വർക്ക് കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ സിസ്റ്റം ഹീറ്റ് റിജക്ട് ചെയ്യുമായിരുന്നു പറഞ്ഞെങ്കിലോ, റിജക്ട് 84 എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലോ, Q മൈനസ് എടുക്കണ്ട, Q മൈനസ് എടുക്കണം. ഓക്കെ ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ.